ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയും മഹേഷിനെ ക്ഷണിക്കുകയാണ്. കേൾക്കാം. ഓക്കെ. ഉറുമ്പുകൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ടാക്സി ആയിട്ടും ഒരു ഗ്രൂപ്പായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ജനറൽ നിരീക്ഷണങ്ങളിലും നമ്മൾ ഒബ്സർവേഷനിലും ഉറുമ്പുകൾ പലപ്പോഴും നമ്മൾ വരാറില്ല. ഉറുമ്പുകൾ ശലഭത്തെ പോലെ വൈവിധ്യത്തിൽ അത്രയധികം അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു എണ്ണമുള്ള ആവാസ വ്യവസ്ഥയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ റോൾ വഹിക്കുന്ന ഒരു ടാക്സിയാണ് ഉറുമ്പുകൾ. ആ ഉറുമ്പുകളുടെ ഒരു അത്രയധികം ഒരു മായ ലോകത്തേക്ക് അശ്വിൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അശ്വിന്റെ ബാക്ക്ഗ്രൗണ്ട് MSc സുവോളജി ആൽബർട്ട്സ് കോളേജിലായിരുന്നു. അശ്വിൻ ഒരുപാട് ആക്ടിവിറ്റീസിൽ അതേസമയം ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. IUCN സിറ്റിസൺ സയൻസ് ടാസ്ക് ഫോഴ്സിൽ പാർട്ടാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ എൻവയോൺമെന്റ് പ്രോഗ്രാമിൽ മെമ്പറാണ്. അശ്വിൻ ഒരുപാട് ഉറുമ്പുകളെ ഞാൻ പല വർഷങ്ങളായി കാണുന്നതാണ്, ആഴത്തിൽ പഠിക്കുകയും നിരീക്ഷിക്കുകയും ഒരുപാട് ടാക്സിയിൽ അതേസമയം അതിന്റെ ഉറുമ്പുകളുമായി ബന്ധപ്പെട്ട അതിന്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും എക്കോളജിയും അതിന്റെ പ്ലാനറ്ററി ഇന്ററാക്ഷനെ കുറിച്ചൊക്കെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ അശ്വിൻ തീർച്ചയായും അശ്വിനിൽ നിന്നും നമുക്ക് ഒരുപാട് ഉറുമ്പുകളെ കുറിച്ച് പഠിക്കാൻ കഴിയട്ടെ. ഞാൻ ഔദ്യോഗികമായി അശ്വിനെ ക്ഷണിച്ചോളൂ. താങ്ക് യു. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിളല്ലേ? ഓക്കെ. സോ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട് ആയിരുന്നു. സോ മെയിൻലി ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മലയാളം ചെറുതായിട്ടൊന്ന് വീക്കാണ്. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ രണ്ടാമത് ഇത്തവണ സോ യൂഷ്വലി ഞാൻ പ്രസന്റേഷൻസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഒരു പ്രസന്റേഷനാണ് ഉണ്ടാക്കാറ്. നല്ലൊരു സ്വന്തമായിട്ട് നല്ലൊരു അടിപൊളി സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു കോമഡിക്ക് ആയിട്ട് ഉണ്ടാക്കാറ്. ബട്ട് ദിസ് ടൈം ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ തന്നെ ഒരു AI വെച്ചൊരു പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അറ്റംപ്റ്റ് ആണ്. നെക്സ്റ്റ് ഫ്യൂച്ചർ സെഷൻസ് തൊട്ടിട്ട് ഹൗ എഡ്യൂക്കേഷൻ ഗോസ് ബൈ കൂടുതലും AI ബേസ്ഡ് ആയിരിക്കും. സോ അങ്ങനത്തെ പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് റിവ്യൂ കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കൂടെ കിട്ടും, ലൈക്ക് എത്ര നന്നായിരിക്കണം എന്നുള്ളത്. സോ ടേക്കിംഗ് യു ടു ദി വേൾഡ് ഓഫ് ആൻസ്. ഓക്കെ. സോ ഉറുമ്പുകളുടെ ലോകത്തിലേക്ക് പോവാം. ഞാൻ കുറച്ച് ബ്രീഫ് ആക്കിയിട്ടും ചെറിയ രീതിക്കാണ് വെച്ചേക്കുന്നത്. സോ ദാറ്റ് നമുക്ക് ഒരു മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉറുമ്പിൻ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് അതിൽ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അത്രയും ഉണ്ട് അതിനകത്ത്. സോ എല്ലാം കുറച്ചായിട്ട് നമുക്ക് ടച്ച് ചെയ്ത് പോവാം ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പിന്നീട് നോക്കാം. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ലൈക്ക് ഉറുമ്പുകള് നാളെ ഭൂമി റൂൾ ചെയ്ത എന്ത് പറ്റും? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മൈൻഡിൽ ആലോചിക്കാനുള്ളതേ ഉള്ളൂ. ഇമാജിൻ ലൈക്ക് വാട്ട് വിൽ ഹാപ്പൻ. നമ്മൾ പൊതുവെ ശരിക്കും പറഞ്ഞാൽ എർത്തിന്റെ മുകളിൽ നമുക്ക് ടോട്ടൽ 8 ബില്യൺ ഹ്യൂമൻസ് ഉള്ളത്. പക്ഷെ അതേ സമയത്ത് ആൻസിന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 10⁻16 നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ പറയും ആൻസ് ചെറിയ സാധനമല്ലേ, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹ്യൂമൻസിന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ വെയിറ്റിനെക്കാട്ടിലും ടെക്നിക്കലി ആനിമൽ ബയോമാസ് എടുത്ത് നോക്കിയാൽ അതിന്റെ ഓൾമോസ്റ്റ് 20% ഉറുമ്പുകൾ മാത്രമാണ്. അത്രയും ഉറുമ്പുകൾ നമുക്ക് ശരിക്കും വേൾഡിലുണ്ട് പോപ്പുലേഷൻ വൈസ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ എന്നാലും എപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്ത അവോയ്ഡ് ആയി പോകുന്ന ഒരു ടാക്സിയാണ് ഉറുമ്പുകൾ. സോ കേരളത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ ആയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എൻഡമിക് കുറെ സ്പീഷീസ് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ കേരളം. നമുക്ക് ഓൾമോസ്റ്റ് 270 അടുത്ത് ഈവൻ മോർ ദാൻ ദിസ് സ്പീഷീസ് നമുക്ക് ഒഫീഷ്യലി കേരളത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉറുമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എല്ലാ രീതിയും കാണാൻ പറ്റും. നമുക്ക് കാടുകള്, വീടുകള്, തോട്ടങ്ങള്, മരങ്ങള്, മണ്ണില്, വീടിനകത്ത്, ബാത്റൂമിനകത്ത്, എല്ലായിടത്തും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഉറുമ്പുകൾ കാണാൻ പറ്റും. സോ ഉറുമ്പുകള് എന്ന് അതിന്റെ ഈ ഇത്രയും ഏരിയയില് ഡിസ്ട്രിബ്യൂഷൻ വരാൻ കാരണം, അതുപോലെ ഈ ഏരിയകളിൽ അത് ഇത്രയും സക്സസ്ഫുൾ ആവാനുള്ള കുറെ റീസൺസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് കാണാം. അപ്പോ ഉറുമ്പുകൾ പറഞ്ഞതിന് മുന്നേ തന്നെ ടാക്സോണമി എന്തായാലും പറയണം. ഈ ഉറുമ്പുകൾ എന്ന് വെച്ചാൽ എന്താണ്, എവിടെ നിന്ന് വരുന്നു, ആരാണ് ഇവര്?
പറയുവാണെന്നുണ്ടെങ്കിൽ ഇവർ ശരിക്കും ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഇൻസെക്ട എന്ന് പറഞ്ഞ ക്ലാസ് അണ്ടറിൽ ഹൈമനോപ്റ്റെറ എന്ന് പറഞ്ഞ ഓർഡറിലാണ് ഇവർ വരുന്നത്. ഹൈമനോപ്റ്റെറ എന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മുടെ തേനീച്ചകള്, വാസ്പ്, ഹോണറ്റ്, ഈ വരുന്ന അതേ ഓർഡറിലാണ് ആൻസും വരുന്നത്. ഇവരൊക്കെ എല്ലാവരും റിലേറ്റീവ് ആയിട്ട് നമുക്ക് ഒന്നിച്ച് പറയാൻ പറ്റും. അവരുടെ സോഷ്യൽ സ്ട്രക്ചേഴ്സ് നോക്കിയാൽ പോലും ഇവൻ തേനീച്ചകളുടെ പോലെയൊക്കെയാണ് കുറെയൊക്കെ ഉറുമ്പുകൾക്കും ഉള്ളത്. സോ അതിനകത്ത് അണ്ടറിൽ ഫാമിലി ലെവലിലാണ് നമ്മൾ ആൻസിനെ വിളിക്കുന്നത്. ഗ്രൂപ്പ് ഇസ് കോൾഡ് ഫോർമിസിഡേ. ഫോർമിസിഡേ എന്ന് പറഞ്ഞാൽ ആൻസിന്റെ അണ്ടറിൽ നമുക്ക് കുറെ ജീനസുകളുണ്ട്, കുറെ സ്പീഷീസുകളും വരും. അപ്പോ അതാണ് ഉറുമ്പുകളുടെ ഒരു ടാക്സോണമി എന്ന് പൊതുവെ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ കുറച്ച് ഉറുമ്പുകളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്, ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ കണ്ട് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ കുറെ ടൈം എടുക്കും തോന്നുന്നു. അല്ലെങ്കിൽ ഐ വുഡ് സജസ്റ്റ് സ്പീഷീസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമന്റിൽ എന്തെങ്കിലും 2 ലെറ്ററോ അല്ലെങ്കിൽ 2 ഇനീഷ്യൽ എന്തെങ്കിലും ഇടുവാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഒരു ഐഡിയ കിട്ടും ആരൊക്കെ എന്തൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളത്. ടേക്ക് ഇറ്റ് ആസ് എ ലൈക്ക് ചാലഞ്ച്. സോ ഈ വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഞാനെടുത്ത ഫോട്ടോ ആണ്. ഇൻ ഓർഡർ ടു ഷോ ദാറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലെടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണുന്ന സൈറ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഗേറ്റിന്റെ മുകളിൽ കാണും, ബാക്കി ആനിമൽസിനെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. അതുപോലെ ഇതും കുറച്ച് ഇന്ററാക്ഷൻസ് ആണ് ഞാൻ ഫോട്ടോ എടുത്തേക്കുന്നത്. ഇന്ററാക്ഷൻസ് വിത്ത് ബട്ടർഫ്ലൈ, മോത്ത് ലാർവേ, പിന്നെ കാറ്റർപില്ലേഴ്സ്, പിന്നെ അത് തന്നെ ഉറുമ്പുകൾ അതിന്റെ നെസ്റ്റ് എടുത്തിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുന്ന കാണാം. ചിലപ്പോൾ അത് എഗ് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാണാം. അതുപോലെ ബാക്കി ഇൻസെക്ട്സ് ഒക്കെ ആയിട്ട് ഇന്ററാക്ഷൻ വരുന്നു. കുറെ ചത്ത് കിടക്കുന്നു, അതിന്റെ മുകളിൽ കുറെ ഉറുമ്പ് വന്നിരിക്കുന്നു. നമ്മൾ മാവിലൊക്കെ നോക്കി അതിൽ കുറെ പുളിയുറുമ്പ് ഉണ്ടാവും. ടെക്നിക്കലി വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയാൽ കുറെ സംഭവം കാണാൻ പറ്റും. അപ്പോ ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒറിജിനൽ സയന്റിഫിക് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ഹാവ് എ വിഷ്വൽ ഐഡിയ നമ്മൾ റിയൽ ആയിട്ട് കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ആൻഡ് ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ മാക്രോ ലെവൽ നോക്കിയാൽ എങ്ങനെ കാണുന്നുള്ളൂ. സോ ദിസ് ഇസ് വൺ ആൻഡ് കോൾഡ് ആസ് യെല്ലോ ക്രേസി ആൻഡ്. കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ കൺസെപ്റ്റ് എടുത്തോളൂ. സോ വൺ ഓഫ് ദ മോസ്റ്റ് കോമണസ്റ്റ് ആൻസ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ്. ഒരു ഇൻവേസീവ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് കുറെ നമ്പറിൽ അങ്ങനെ വരും. ആൻഡ് വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള എല്ലാ സാധനത്തെയും അത് ഫിനിഷ് ആക്കി അത് അതിനവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അത്രയ്ക്ക് നമ്പേഴ്സ് വരും ഇതിന്. പിന്നെ അടുത്തത് കോമൺ ഓറിയന്റൽ ട്രാപ്ജോ ആൻഡ്. ഇത് കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ അടുത്ത ഫോട്ടോ ആണ്. ടു ഷോ ലൈക്ക് നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ ഫോണിൽ വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. അതേ സമയത്ത് നിങ്ങൾ മാക്രോ അല്ലെങ്കിൽ ക്യാമറ വെച്ച് നോക്കി കഴിഞ്ഞാൽ ക്ലാരിറ്റിയിൽ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ദിസ് ഇസ് കോൾഡ് ആസ് ഒഡോണ്ടോമാക്കസ്. ഇതിന്റെ ജോ നമ്മൾ ട്രാപ്പ് പോലെ ഇരിക്കും, ട്രാപ്പ് ജോ പോലെ ഇരിക്കും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടഞ്ഞിട്ട് ബ്രെയിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അടുത്തത് ഫയർ ആൻഡ് എന്ന് പറയും, സോളനോപ്സിസ്. ഇതും ഞാൻ എടുത്താണ്. പാടത്ത് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ലൈക്ക് ആ റോഡ് മൊത്തം നടുക്ക് ഒരൊറ്റ ലൈന് പോലെ വെട്ടിയിട്ടേക്കുക. ഇറ്റ്സ് എൻ എൻറ്റയർ നെസ്റ്റ്. സോ അത് ഈ ഒരു ഉറുമ്പിനെ പണിയാണ്. ഇതും ഇൻവേസീവ് ആണ്. ഇത് നമുക്ക് സൗത്ത് അമേരിക്ക എന്നാണ് വന്നിരിക്കുന്നത്. സോ ഹൈലി ഇൻവേസീവ്. അതിന്റെ ബാക്കി ഫോട്ടോസ് പിന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതും ഞാൻ എടുത്ത ഫോട്ടോസ് ആണ്. ടാപ്പിനോമ എന്ന് പറയും, ഗോസ്റ്റ് ആൻഡ്. കുഞ്ഞു സാധനം. ജസ്റ്റ് ഫോർ യു റെഫറൻസ് ദാറ്റ് ഫോൺ ക്യാമറയിൽ വെച്ചിട്ട് എങ്ങനെ കാണുന്നുള്ളത് റിയൽ ഫോട്ടോസ് ഞാൻ പിന്നീട് വെച്ചിട്ടുണ്ട്. ഇതും കംപ്നോട്ടസ്, ഒന്ന് കട്ടുറുമ്പ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. കുറെ പേര് വിളിക്കും. ടെക്നിക്കൽ കട്ടുറുമ്പ് എന്ന് പറയുന്ന വേറൊരു സ്പീഷീസ് ആണ്. ബട്ട് ഇതാണ് നമ്മൾ കട്ടുറുമ്പ് എന്ന് പറയുന്നത്, ഡയക്കാമ. ഇതും ഒരു റെഫറൻസ് ആയിട്ട് വെച്ചതേ ഉള്ളൂ. സോ ഇനിയാണ് നമുക്ക് കേരളത്തിൽ കാണുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസിന്റെ ഫോട്ടോസ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെന്നുള്ളത് ഓക്കെ. ഫീവർ ആൻഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പുളിയുറുമ്പ് എന്നൊക്കെ വിളിക്കും. ഇറ്റ്സ് എ വെരി സോഷ്യൽ ക്രിയേച്ചർ ഇൻ ബിറ്റ്വീൻ. പിന്നെ അതിന് കുറെ നെസ്റ്റിംഗ് ബിഹേവിയറും കുറെ ഇന്ററാക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ് ഗ്രൂപ്പ് ഓഫ് ആൻസ് എന്ന് പറയുന്നത് മിക്കവാറും ഇതായിരിക്കും. അടുത്തത് നമുക്ക് ലോങ് ഹോൺ ക്രേസി ആൻഡ് എന്ന് വിളിക്കും. ഇറ്റ്സ് കോൾഡ് ബ്ലാക്ക് ക്രേസി ആൻഡ്. കാരണം ഇതിന് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കത്തില്ല, അത് തോന്നിയ പോലെ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ക്രേസി ആൻഡ് എന്ന് വിളിക്കും. സോ അഗൈൻ മോസ്റ്റ് കോമണസ്റ്റ്. നമ്മുടെ മലയാളത്തിൽ കുറച്ച് പേര് അതിനെ ഗണപതി ഉറുമ്പ് എന്നൊക്കെ വിളിക്കും. നമ്മൾ ഫുഡ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറെ എണ്ണം പെട്ടെന്ന് വരും. നെക്സ്റ്റ് ഇസ് കോൾഡ് ബൈക്കോളേർഡ് പെനന്റ് ആൻഡ്. നമ്മൾ ടെട്രാമോറിയം ബൈക്കാർണേറ്റം എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. ഇതും കുഞ്ഞിതാണ്, കണ്ടിട്ടുണ്ടാവും.
പക്ഷെ മേളിൽ നോക്കുമ്പോൾ കുഞ്ഞിയതായതുകൊണ്ട് ബ്രൗൺ സാധനമായിട്ട് കണ്ടിട്ടുണ്ടാവും. അടുത്ത് പോയിട്ട് മാക്രോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പീഷീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും എന്തായാലും കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ബ്രൗൺ റൊട്ടൈൽ ആൻഡ് മിറമിക്കേറിയ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ കൂനൻ ഉറുമ്പ് എന്ന് കുറെ പേരൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. നെസ്റ്റും എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഈ തെങ്ങിന്റെ സൈഡിൽ അല്ലെങ്കിൽ മാവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും മരത്തിന്റെ സൈഡോടെ ഇങ്ങനെ അത് തടെടുത്ത പോലെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ നെസ്റ്റിംഗ് ബിഹേവിയർ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫയർ ആൻഡ് സോളനോപ്സിസ് ജെമിനേറ്റ. ഇതും ഹൈലി ഇൻവേസീവ് ആണ്. ഇത് കടി കിട്ടും, കടിക്കുന്ന ടൈപ്പ് സംഭവമാണ്. ആൻഡ് ഇത് ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അഗൈൻ അത് ഡൈവേഴ്സിറ്റി നല്ലപോലെ നശിപ്പിച്ച് ഫ്ലാറ്റ് ആക്കി എടുക്കും. ആൻഡ് ആ ഒരു ഏരിയയിൽ ഈ ഒറ്റ ഉറുമ്പ് മാത്രമേ കാണുള്ളൂ. അത്രയും ഹൈലി ഇൻവേസീവ് ആണ്. പിന്നെ നമുക്ക് കുഞ്ഞ് ഒരു ഫ്ലവർ ആൻഡ് നമ്മുടെ മോണോമോറിയം ഫ്ലോറിക്കോള എന്ന് വിളിക്കും. ഇതും കോമൺ ആണ്. ഫ്ലവേഴ്സിലൊക്കെ ഇരിക്കുന്ന കാണാം. നമ്മൾ ചില സ്ഥലങ്ങളിൽ വീടുകളിൽ ഈ ബെഡിന്റെ സൈഡിലൊക്കെ എപ്പോഴും ഈ ഉറുമ്പുണ്ടോ. ബെഡിൽ നിന്ന് ഉറുമ്പ് കടി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു അതിന്റെ ആണായിരിക്കാം. നിങ്ങൾ മാക്രോ ഷോട്ട്സ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇതാണെന്നുള്ളത്. പിന്നെ അടുത്തത് കോമൺ ആയിട്ട് കാണുന്ന കാമ്പനോട്ടസ് പാരിയസ് എന്ന് പറഞ്ഞിട്ട് സിൽക്കി ഷുഗർ എന്നൊക്കെ വിളിക്കാറുണ്ട് ചില സമയത്ത്. ബട്ട് അഗൈൻ അത് കോമൺ നെയിം, കുറച്ച് അവിടെയും ഇവിടെയും ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പേര് വെക്കാത്തത്. കാമ്പനോട്ടസ് സ്പീഷീസ് ആണ്. പിന്നെ അതേ ജീനസിൽപ്പെട്ട വേറൊരു സ്പീഷീസ് ആണ്. ഇതിന്റെ കാലുകൾ നല്ല നീളത്തിലുണ്ടാവും. ആൻഡ് സ്ലെൻഡർ ബോഡിയാണ്. ഇത് നടക്കുമ്പോൾ അതിന് ബാലൻസ് ഇല്ലാതെ ഫിറ്റായിട്ട് നടക്കുന്ന പോലെ അതിന്റെ ഒരു വാക്കിംഗ് സ്റ്റൈൽ. സോ അതിന്റെ ഒരു ഗീവ് അവേ ആണ് പെട്ടെന്ന്. പിന്നെ അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു ആൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീൽഡ് ആൻഡ് ആണ്. ഷീൽഡ് പോലെയുള്ളത്. പിന്നെ ഇത് പോളിറാക്കസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. ഇതിൽ സ്പൈൻസ് ഉണ്ട് ബോഡിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മുള്ളു പോലെ. ഇതും കുറെ കിട്ടാറുണ്ട്. ഇത് നമ്മൾ കുറെ പേര് കട്ടുറുമ്പ് പറയുന്ന ഇന്ത്യൻ ബ്ലാക്ക് ആൻഡ് കാമ്പനോട്ടസ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് സ്പീഷീസ് ഒന്നാണ്. ആൻഡ് ഇതിൽ പല കാസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഇത് മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആൻഡ് ആണ്, ജംപിങ് ആൻഡ്. അർപെഗ്നാത്തോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ഇവര് ചാടും, ലൈക്ക് ക്വൈറ്റ് ലിറ്ററലി ഇവര് ചാടും. അതിന്റെ അടുത്തേക്ക് പോയി അത് ഒരു ഇലയിൽ മറ്റേ ഇലയിലേക്കോ അല്ലെങ്കിൽ ഒരു കല്ലിന്റെ മേളിലൊക്കെ പാറയുടെ മേളിലൊക്കെ ആണെങ്കിൽ അതിനപ്പുറത്തേക്ക് പാറയുന്നിടത്ത് നേരെ ചാടുന്നു. സോ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കടിയും കിട്ടും. ഓക്കെ, സോ ഹാൻഡിൽ ചെയ്യാതെ നോക്കാനൊക്കെ. ബട്ട് ആകെ ഒരു എനിഗ്മാറ്റിക് ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ്. അപ്പൊ അത്ര നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഉറുമ്പുകൾ. നമുക്ക് പൊതുവെ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് ഫുൾ അക്രോസ് കേരള നിങ്ങൾക്ക് കാണുന്ന മോസ്റ്റ് കോമൺ ആൻസ് ആണ് ഇപ്പോൾ കാണിച്ചത്. ഇത് ജസ്റ്റ് ബാക്കി കുറച്ചും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ആൻസ്. ഞാൻ ഓരോന്ന് സ്പെഷ്യലി റെപ്രസെന്റേഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. കട്ടുറുമ്പ് ഏറ്റവും മേളില് ബൈക്കോളർ ആൻഡ് എന്ന് പറയും, അർബോറിയൽ ബൈക്കോളർ ആൻഡ്. അതിന്റെ നല്ല വേദനയുള്ള കടിയായിരിക്കും. പിന്നെ താഴത്ത് പോളിറാക്കസ്, മുള്ളുകളുള്ള ടൈപ്പ് ഉറുമ്പ്. അതേപോലെ ലെഫ്റ്റിലുള്ളത് നമ്മൾ ഗോസ്റ്റ് ആൻഡ് എന്ന് വിളിക്കും. അത് കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ഞാൻ ആദ്യം സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ മേത്തുകൂടെ പോകുമ്പം അതിന്റെ ഗ്യാസ്റ്റ് അല്ലെങ്കിൽ അബ്ഡോമൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലൂസൻ കളർ ആയതുകൊണ്ട് നമുക്ക് മേത്ത് കാണില്ല ഇങ്ങനെ പോകുന്നത് എങ്ങനെയാന്നുള്ളത്. നമുക്ക് മേത്തൂടെ ഒരു സാധനം പോകുന്ന പോലെ ഫീൽ ചെയ്യും, പക്ഷെ നമുക്ക് കാണില്ല ഉറുമ്പിനെ. അതുകൊണ്ട് നമ്മളതിനെ ഗോസ്റ്റ് ആൻഡ് എന്ന് വിളിക്കും. അതേപോലെ ഏറ്റവും റൈറ്റില് സ്കൾപ്റ്റഡ് ആൻഡ് എന്ന് വിളിക്കും. പിന്നെ താഴത്ത് ടെക്നോമെർമെക്സ്, അത് മരത്തിൽ എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ഉറുമ്പാണ്. അതുപോലെ മേളിൽ കാണുന്ന ക്രെമറ്റോ ഗാസ്റ്റർ എന്ന് പറഞ്ഞിട്ടും അതും മരത്തിൽ കാണുന്ന ഒരു ടൈപ്പ് ഉറുമ്പാണ്. ജസ്റ്റ് നമുക്ക് വേറെ ഏതൊക്കെ കേരളത്തിൽ കാണപ്പെടുന്ന ഉറുമ്പുകൾ ഏതൊക്കെ, ഇത് കുറച്ച് റെയർ അല്ലെങ്കിൽ അൺകോമൺ ആണ്, കാണാതിരിക്കാം. ബട്ട് നമുക്ക് ഇങ്ങനെയും ടൈപ്പ് ഉറുമ്പുകൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു സ്ലൈഡാണ്. ഇതിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഉറുമ്പുകളുണ്ട്, കണ്ണില്ലാത്ത ഉറുമ്പുകളുണ്ട്, സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഉറുമ്പുകളുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഉറുമ്പുകൾ കേരളത്തിലുണ്ട്. സോ ഇൻ ഷോർട്ട് ഒരു മോട്ടിവേഷൻ കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് ഏതൊക്കെ ഉറുമ്പുകൾ ഉണ്ടെന്നൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കൂടാതെ എന്തൊക്കെ കിട്ടാം. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത്രയും ഡൈവേഴ്സ് ആണ്. സോ നമ്മൾ പരമാവധി ഫീൽഡിലേക്ക് ഇറങ്ങാൻ നോക്കുക, ഒബ്സർവ് ചെയ്യാൻ നോക്കുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സയൻസ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും. ഇനി നമുക്ക് പോകാം ഉറുമ്പിലേക്ക്. നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത്
അപ്പോ ഫസ്റ്റ് നമുക്ക് കോളനിയെ പറ്റിയിട്ടാണ് സംസാരിക്കാം. ഉറുമ്പിന്റെ കോളനിയിൽ നമുക്ക് വി ഹാവ് മൾട്ടിപ്പിൾ കാസ്റ്റ്. അതിൽ ഒന്ന് നമുക്ക് ക്വീൻ ഉണ്ട്. അതാണ് ഈ ക്വീൻ എന്ന് പറയുന്നതാണ് നമുക്ക് ശരിക്കും ആ നെസ്റ്റിന്റെ ഒരു മദർ, അതായത് മുട്ടയിടുന്നതും ആ മുട്ടയിൽ നിന്ന് ബാക്കി ആൻസ് വരുന്നതും അങ്ങനെയാണ് ഈ കോളനി ശരിക്കും പ്രോഗ്രസ് ചെയ്യുന്നത്. അത് ഒറ്റ ഒരാള്, അത് മൾട്ടിപ്പിൾ ക്വീൻ ആയിട്ടുള്ള നമുക്ക് ഗ്രൂപ്പുകളുണ്ട്, ഒറ്റ ക്വീൻ ആയിട്ടുള്ളതുണ്ട്, ക്വീൻ ഇല്ലാത്ത ഗ്രൂപ്പും ഉണ്ട്. അതേപോലെ പാർത്തോജനസിസ്, അതായത് ഒരു റീപ്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട്, ഡിവൈഡ് അല്ല, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അങ്ങനെയും നമുക്ക് ഉണ്ട് ആൻസിൽ. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഗ്രൂപ്പാണ് നമുക്ക് വോക്കർ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഉറുമ്പുകൾ എന്ന് പറയുന്നത് വോക്കർ ആണ്. ഇവര് ബാക്കി നമുക്ക് എല്ലാ ദിവസവും കാണുന്ന പണികൾ ചെയ്യുന്ന ആൻസ് ആണ് വോക്കർ ആൻസ് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന സോൾജർ ആൻസ് ആണ്. ഇവര് വോക്കറിനേക്കാളും കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും. പിന്നെ ഇവരുടെ പണി എന്ന് വെച്ചാൽ ഗാർഡിയൻ ആണ്. വേറെ പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ഈ വർക്ക് ഗ്രൂപ്പ് നേരെ ലൈനിലാണ് പോകുന്നത്. ഇവരെ നമ്മൾ ഈ ആർമിയിലൊക്കെ ഈ മാർച്ച് ചെയ്യുമ്പം മോണിറ്റർ ചെയ്യുന്ന സംഭവമല്ലേ, അതുപോലെ സോൾജേഴ്സിനെ മോണിറ്റർ ചെയ്യുന്ന കാണാം. അങ്ങനെയൊക്കെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. പിന്നെ നമുക്ക് ലാബിനെ കെയർ ചെയ്യാൻ വേണ്ടി നഴ്സുകളുണ്ട്, പിന്നെ സ്കൗട്ടുകളുണ്ട്, പിന്നെ സ്റ്റോർ ചെയ്യാനുള്ള കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. സോ അങ്ങനെ ഇത് ഓരോ സ്പീഷീസ് വെച്ച് മാറിക്കൊണ്ടിരിക്കും. ബട്ട് പൊതുവെ ഇൻ ജനറൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വീൻ ഉണ്ടെന്ന് പറയാം, വോക്കർ ഉണ്ടെന്ന് പറയാം, സോൾജർ ഉണ്ടെന്ന് പറയാം. പിന്നെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡ്രോൺസ് ആണ്. ഡ്രോൺസ് ആണ് നമുക്ക് ശരിക്കും മെയിൽസ് എന്ന് പറയാനായിട്ടുള്ളത്. അവരുടെ ഓൺലി പർപ്പസ് ഇസ് ടു മേറ്റിംഗ് കഴിഞ്ഞാൽ അത് പോകും. സോ അത് അങ്ങനെ. സോ നമുക്ക് പറയുമ്പോൾ പൊതുവെ ഇതാണ് മെയിൻ. പിന്നെ ഡ്രോൺസ് കൂടുതലും മീറ്റിംഗ് സമയത്താണ് അതിന്റെ ഒരു പ്രശസ്തി വരുന്നത്. ആൻഡ് അതർവൈസ് അങ്ങനെ പൊതുവെ കാണാറില്ലാത്തൊരു ഗ്രൂപ്പാണത്. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു സൂപ്പർ കോളനി പോലെ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള മിഷൻസ് ഒന്നും അല്ല. അപ്പോ ഇറ്റ്സ് ലൈക്ക് എ സിംഗിൾ സൂപ്പർ ഓർഗാനിസം. അപ്പോ കമ്മിങ് ടു നെക്സ്റ്റ്, ഹൗ മെനി ടൈപ്സ് ഓഫ് ആൻസ് നമ്മൾ കണ്ടു, എന്തൊക്കെ കളറിൽ എന്തൊക്കെ ടൈപ്പുകൾ നമുക്ക് ആൻസ് ഉണ്ട്. ആൻഡ് ഇവർക്കൊക്കെ പല പല ലൈഫ് സ്റ്റൈലുകളാണ്. നമുക്ക് മരത്തിൽ കണ്ടു, ഗ്രൗണ്ടിൽ കണ്ടു, പിന്നെ ചെടിയില്, പൂവില്, അങ്ങനെയൊക്കെ. സോ വൈഡ് വെറൈറ്റി, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ, ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് സൈസസ്, എല്ലാ രീതിക്കും നമുക്ക് ഉറുമ്പുകൾ കിട്ടും. പിന്നെ നമുക്ക് ലൈഫ് സൈക്കിൾ പറയണമെന്നുണ്ടെങ്കിൽ ഉറുമ്പുകള്, അതായത് ക്വീൻ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഫസ്റ്റ് ലാർവ വരും. ഈ ലാർവ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പ്യൂപ്പ വരും. പ്യൂപ്പയിന് അഡൾട്ട് ആണ്. ഈ പറഞ്ഞ സ്റ്റേജുകൾ നമുക്ക് നോക്കാനായിട്ട് ആ നഴ്സ് ആൻഡ് എന്ന് പറഞ്ഞ ആൻഡുകളിൽ ഇവർ തന്നെയാണ് ഇവരെ നോക്കുന്നത്. അപ്പോ ഇൻ ഷോർട്ട്, എല്ലാ അഡൾട്ട് ഈ പ്യൂപ്പ സ്റ്റേജ് ഉണ്ടെന്നുള്ള ഉറുമ്പുകളിൽ ഉണ്ടെന്നുള്ളത് കുറെ പേർക്ക് അറിയാത്തൊരു ഫാക്ട് ആണ്. സോ ഐ ഹോപ്പ് നൗ യു നോ ഉറുമ്പുകളിലും ഇങ്ങനത്തെ സ്റ്റേജസ് ഉണ്ടെന്നുള്ളത്. കമ്മിങ് ടു ഡിവിഷൻ ഓഫ് ലേബർ, ഇത് നേരത്തെ എംഫസൈസ് ചെയ്തായിരുന്നു. നമുക്ക് പല പല വർക്കുകൾ ചെയ്യും ഓരോ വർക്കേഴ്സും. ഫുഡ് കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്, നെസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, സോൾജേഴ്സ് ഉണ്ട്, അതേപോലെ ഈ പറഞ്ഞ ലാർവെ ഗ്രൂപ്പൊക്കെ നോക്കാനായിട്ടുള്ള ബേബി കെയർ ടേക്കേഴ്സ് ഉണ്ട്, വേസ്റ്റ് വൃത്തിയാക്കുക. പിന്നെ നമുക്ക് കൾട്ടിവേഷൻ, ഉറുമ്പുകൾ കുറെ കൾട്ടിവേറ്റ് ചെയ്യുന്ന കുറെ ഉറുമ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക്. ആൻഡ് കുറെ അതിനൊക്കെ ആയിട്ട് കാസ്റ്റ് സ്പെസിഫിസിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ ഈ വർക്കേഴ്സ് തന്നെ നമുക്ക് വോക്കർ 1, വോക്കർ 2, ലൈക്ക് ബോഡി ഡിഫറൻസ് തന്നെ നമുക്ക് കാണാൻ പറ്റും മോർഫോളജിക്കലി. നേഴ്സ് ആൻസ് ഭയങ്കര കുഞ്ഞിതായിരിക്കും, പിന്നെ സ്കൗട്ട് പോകുന്ന കുറച്ചുകൂടെ വലുതായിരിക്കും, പെട്ടെന്ന് ഓടാനുള്ള രീതിക്കായിരിക്കും. സോ മൈക്രോ ലെവലിലും ഡിഫറൻസിയേഷൻ വേറെ ഉണ്ട്. പിന്നെ പൊതുവെ ഒരു വീട് കൊണ്ട് നടക്കുന്ന പോലെ ഡെയിലി ചെയ്യേണ്ട കുറെ ജോലികൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കണ്ടുപിടിക്കുക, തിരിച്ചു കൊണ്ടുവരിക, ഫീഡ് ചെയ്യുക, കെയർ ചെയ്യുക, അതുപോലെ കൊണ്ട് നടക്കുക, മെയിൻ്റെനൻസ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. സോ ഡെയിലി നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോ ഇൻ ഷോർട്ട്, ഒരു കമ്മ്യൂണിറ്റി ഫുള്ള് തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ആ ഒരു ആൻഡ് കോളനി സക്സസ്ഫുൾ ആവുന്നത്. ഇനി നെസ്റ്റിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിക്ക് അത് നെസ്റ്റിംഗ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് അണ്ടർഗ്രൗണ്ട് നെസ്റ്റിംഗ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ടണൽ പോലത്തെ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ സോളനോപ്സിസ് അല്ലെങ്കിൽ ഫയർ ആൻഡ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് പറഞ്ഞില്ലേ, അവരതുപോലെ അണ്ടർഗ്രൗണ്ടിൽ ഇതുപോലെ കുറെ ചേമ്പേഴ്സ് ഒക്കെ രീതിക്ക് അത് ഉണ്ടാക്കും. സോ അതേ സമയത്ത് അത് ഉണ്ടാക്കുമ്പോൾ ആ ഏരിയയില് കാവിറ്റീസ് ഒക്കെ വരും. അപ്പോ ആ ഒരു ഏരിയ ചെറുതായിട്ട് പൊടിഞ്ഞു വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. സോ അത് എക്കണോമിക്കലി ഹാമ്പർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കൂടെയാണ് ഈ ഇൻവേസേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ലീഫ് നെസ്റ്റ് ഉണ്ട്, നമ്മുടെ പുളിയുറുമ്പ് എന്ന് പറയുന്ന
ആൾക്കാർ ലീഫായിട്ട് നെസ്റ്റ് ഉണ്ടാക്കും. അതിലും ഇവര് പല പല എന്താ പറയാ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പുളിയുറുമ്പിന് നമ്മുടെ സാറ്റലൈറ്റ് നെസ്റ്റ്, മെയിൻ നെസ്റ്റ് എന്നൊക്കെ വിളിക്കും. നമ്മൾ ഈ പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ സമയത്ത് ഈ കോട്ട സിസ്റ്റം പോലെ നമുക്ക് മെയിൻ ഹെഡ് ഓഫീസ് ഉണ്ട്. അതല്ലാതെ നമുക്ക് ചെറിയ ചെറിയ സാറ്റലൈറ്റ് നെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് മെസ്സേജ് വരും. അതായത് ആ അപ്പുറത്തുള്ള കോട്ടയിൽ നിന്ന് അല്ലെങ്കിൽ അപ്പുറത്തെ നിയറസ്റ്റ് ആയിട്ടുള്ള നെസ്റ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോയിട്ട് ഫൈറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വെരി ഇൻട്രസ്റ്റിംഗ് സെറ്റ് ഓഫ് ഇവന്റ്സ്. അതുപോലെ നമുക്ക് ട്രീ നെസ്റ്റ് ഉണ്ട്, മരത്തിൽ പ്രോപ്പറായിട്ട് നെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. സ്ട്രിക്ട്ലി മരത്തിൽ കാണുന്ന ആൻസ് ഉണ്ട്, അർബോറിയൽ ആൻസ്, അവരൊക്കെ ട്രീ നെസ്റ്റിംഗ് ചെയ്യുന്നവരാണ്. പിന്നെ വുഡ് നെസ്റ്റിംഗ് ഉണ്ട്, നമ്മുടെ മരങ്ങളുടെ അല്ലെങ്കിൽ ഇനി നടക്കുന്ന മരം അതിനകത്തൊക്കെ നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ കൂടുതലും ടെർമൈറ്റും ആൻസും കാണും. അതിലാ കാണുന്ന ആൻസും നമ്മൾ ഈ വുഡ് നെസ്റ്റ് ഉണ്ടാക്കുന്ന ടൈപ്പ് ചെറിയ ചെറിയ അവരുടേതായിട്ടുള്ള റൂമൊക്കെ ഉണ്ടാക്കി ക്യൂബിക്കിളൊക്കെ ഉണ്ടാക്കി അതിലായിരിക്കും അവരുണ്ടാവുന്നത്. കാർപ്പൻറ്റർ ആൻസ് ഒക്കെ മെയിൻലി അങ്ങനത്തെ ടൈപ്പ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയം വിവറാൻഡിനെ ഓൾറെഡി പറഞ്ഞു. ഇവര് നെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും അവര് സിൽക്ക് വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ഈ നെസ്റ്റ് നിങ്ങൾ എപ്പോഴും തൊട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഫൈബറസ് ടൈപ്പ് ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അത് ഉണ്ടാക്കുന്നത് സിൽക്ക് വെച്ചിട്ടാണ്. ആൻഡ് അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. കാരണം നമുക്ക് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അഡൾട്ട്സിന് പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആകെ ഇതിന്റെ ലാർവയ്ക്കായിരിക്കും. അപ്പൊ ഈ ഉറുമ്പ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അതിന്റെ ലാർവേനെ കടിച്ചു പിടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ഏതാണ് അറ്റാച്ച് ചെയ്യേണ്ട രണ്ട് ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ ലാർവനെ കൊണ്ട് സിൽക്ക് ഉണ്ടാക്കിപ്പിക്കും. എന്നിട്ട് സിൽക്ക് ഉണ്ടാക്കുമ്പോൾ സിൽക്ക് ഉണ്ടായി വരുമ്പോൾ തന്നെ അപ്പുറത്തപ്പുറത്ത് ടച്ച് ചെയ്തിട്ട് അത് ഹാർഡൻ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ലീഫ് ഫോൾഡ് ആക്കി അതങ്ങനെ നിൽക്കും. സോ ഇൻ ഷോർട്ട് അങ്ങനെയാണ് ഇവര് ലീഫ് ഉണ്ടാക്കുന്നത്. ചുരുക്കം പറഞ്ഞ ചൈൽഡ് ലേബർ ആണ് ഇൻ സം സെൻസ്. സോ ദാറ്റ്സ് അബൌട്ട് ഫീവർ. പിന്നെ ആൻസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ഒബ്വിയസ് ക്വസ്റ്റ്യൻ. ആൻസിനെ കേൾക്കാമോ? ഷോർട്ട് ആൻസർ നോ. സോ ഇവര് കൂടുതൽ ഫെറമോൺസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫെറമോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലാണ്. ബേസിക്കലി കെമിക്കല് could be actually unique to specific colonies and unique to areas also, with species also. അതിനനുസരിച്ച് ഇപ്പൊ ഫെറമോൺ എവിടെ പോകുന്ന ഫെറമോൺ ഒരു പാത്ത് ഉണ്ടാവും, ആ പാത്ത് കൂടെയാണ് ബാക്കി ആൻസർ നടക്കുകയുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾക്ക് ഒരു ഫുഡ് സോഴ്സ് എവിടെയെങ്കിലും കണ്ടു. അപ്പൊ ഈ വരുമ്പോൾ ആദ്യം അവിടെ പോയിട്ട് ഫുഡ് സോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അതിന്റെ ഫെറമോൺ അവിടെ ലീവ് ചെയ്തിട്ട് വരും. അപ്പൊ അതേ സമയത്ത് അടുത്തുള്ള വേറെ ആനകൾ ഉണ്ടെങ്കിൽ ആ ഫെറമോൺ കണ്ട് അടുത്തേക്ക് വരും, വീണ്ടും പോകും. അപ്പൊ ആ ട്രെയിൽ കൂടുതൽ സ്ട്രോങ് ആവും. പിന്നെ സ്ട്രോങ് ആയി വന്നു കഴിഞ്ഞാൽ ആ ഒരു കോളനിയിൽ കുറെ ആൻസ് ഒരുമിച്ച് ഒരു ഫുഡ് ഉണ്ട്, നമുക്ക് യാത്ര പോയിട്ട് സമം കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് അവർ ഇറങ്ങും. സോ അങ്ങനെയാണ് ഈ ഫെറമോൺസിന്റെ സിസ്റ്റം വരുന്നത്. അതേ സമയത്ത് ഫെറമോൺസ് വെച്ചിട്ട് ബാക്കിയും കുറെ ആക്ടിവിറ്റീസ് വരും കമ്മ്യൂണിക്കേഷൻ. ലൈക്ക് ലെറ്റ്സ് പുറത്തുനിന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതുപോലെ ഫെറമോൺസ് റിലീസ് ചെയ്യും. പിന്നെ അറ്റാക്ക് വരുമ്പോൾ ഡിഫൻസ് മാത്രമല്ല, ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിലും വേണമല്ലോ. അങ്ങനെ അപ്പോഴും ഫെറമോൺസ് യൂസ് ചെയ്യും. സോ ലോട്ട് ഓഫ് അതർ മെക്കാനിസംസ് ഓൾസോ. ഈ ഫുഡ് ഷെയറിങ് അല്ലെങ്കിൽ ആന്റിന വെച്ചിട്ട് തൊടുന്ന സിസ്റ്റം കണ്ടുണ്ടാവും. അപ്പോഴും ഫെറമോൺസിന്റെ ഒരു പ്ലേ വരുന്നുണ്ട്. പിന്നെ ഫുഡ് അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ ടേസ്റ്റ് അല്ല എന്താ പറയാ കെമിക്കൽസ് വെച്ചിട്ട് എന്താ പറയാൻ ഉദ്ദേശിക്കണം എന്നുള്ള ഒരു ഐഡിയ രണ്ടു ആൾക്ക് കിട്ടും. അങ്ങനെയൊക്കെ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് വേസ്. ഇങ്ങനത്തെ ഈ ഒരു ഏരിയ എപ്പോഴും അങ്ങനെ പഠിച്ചിട്ടില്ല. സോ വൺ അനദർ തിങ് ദാറ്റ് ഹാസ് ടു ബി വർക്ക്ഡ് അപ്പോൺ. പിന്നെ ടീം വർക്ക്. സോ ഉറുമ്പുകൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയേണ്ടത് ടീം വർക്ക് ആണ്. എനിക്ക് ഉറുമ്പുകൾ എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് വൺ മേജർ റീസൺ. സോ ആസ് എ കോളനി ഇറ്റ് വർക്ക്സ് ദ ബെസ്റ്റ്. സം എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വലിയ ഫുഡ് അല്ലെങ്കിൽ വലിയ പ്രാണിയൊക്കെ ഡെഡായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് തൂക്കി കൊണ്ടുപോകും. അല്ലെങ്കിൽ 2-3 ആൾക്കാർ മതി, അത് വലിയ സാധനം നീക്കുക ഒറ്റയ്ക്ക്. യു ക്യാൻ ക്യാരി റിയലി ഹെവി ആൻഡ് മെനി ടൈംസ് ദെയർ ഓൺ വെയിറ്റ്. പിന്നെ അതിന് ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന കപ്പാസിറ്റി ഉണ്ട്. ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ പുളിയറുമ്പ് തന്നെ 2 ഇല ദൂരെയാണെന്നുണ്ടെങ്കിൽ അതിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതുപോലെ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് വലിച്ച് അത് അടുത്തേക്ക് കൊണ്ടുവരും. അങ്ങനെയാണത് കൊണ്ടുപോകുന്നത്. ഇതേ സമയത്ത് കുറച്ച് അമേരിക്കൻ സ്പീഷീസ് ഒക്കെ ഉണ്ട്. അത് വെള്ളത്തില് അത് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് കിടന്ന് ചെറിയ ബ്രിഡ്ജ് ഒരു ക്രാഫ്റ്റ് പോലെ ബിൽഡ് ചെയ്യും, ചെറിയ ബോട്ട് പോലെ. എന്നിട്ട് അതിന്റെ മുകളിൽ ബാക്കി റൂട്ട് കയറിയിരുന്ന മുട്ടയ്ക്ക് വെച്ച് ആ ഒരു കോളനി മൊത്തം തന്നെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. ഇറ്റ്സ് വെരി യുണീക്ക് ഒക്കെ. പിന്നെ അതുപോലെ ഡിഫൻസിന് വേണ്ടിയിട്ടും
ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ നെസ്റ്റിൽ മൊത്തം എല്ലാവരും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. സോ ദർ പവർ ഇസ് ഇൻ നമ്പേഴ്സ് ബേസിക്കലി. പിന്നെ അതേപോലെ തന്നെ അവര് ഇഞ്ചുർ ആയവരെ അത് നെസ്റ്റിലേക്ക് കൊണ്ടുവരും. സോ അതിന്റെ വൺ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്പറിനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഉറുമ്പുണ്ടെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ട് വേറെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടും. അതുകൊണ്ട് ആരെങ്കിലും ഇഞ്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുവരും. ഇഞ്ചേർഡ് അല്ല, അവര് ഡെഡ് ആയിന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ വേറെ ആൾക്കാർ കൊണ്ടുപോകും. ഇൻഷോർട്ട്. പിന്നെ ഇതിൽ റീസെന്റ് റിസർച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് സയന്റിസ്റ്റ് ഹാവ് ഫൗണ്ട് ആൻഡ്സ് കൻ ആംപ്യൂട്ടേറ്റ് ദി ആൻഡ്സ് ദാറ്റ് ഹാവ് ലൈക്ക് ഇഞ്ചറി. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ദർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ആർ ബീങ് സ്റ്റഡീഡ്. അഗൈൻ റിയലി ഇൻട്രസ്റ്റിംഗ് തിങ് ടു ലുക്ക് ഫോർവേഡ് ടു. ഓക്കെ, സോ നമ്മൾ ഉറുമ്പുകൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു? നേച്ചേഴ്സ് എഞ്ചിനീയർ. ദേ ഹെൽപ്പ് ഇക്കോസിസ്റ്റം ബൈ മിക്സിംഗ് സോയിൽ. ഇത് മണ്ണിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി നല്ല ഏരിയേഷൻ വരുന്നുണ്ട്. ന്യൂട്രിയൻസ് റീസൈക്ലിംഗ്, മേളിൽ നിന്നുള്ള സാധനങ്ങൾ താഴ്ത്തി കൊണ്ടുവരും, താഴത്തിൽ സാധനം മേളിലേക്ക് കൊണ്ടുപോകും. പിന്നെ അതോടെ ഇങ്ങനെ കുറെ ചാനൽ ഉണ്ടാക്കുമ്പോൾ അത് കൂടെ വെള്ളം പോകും. ഇൻ ഷോർട്ട് നല്ലൊരു ആക്ടിവിറ്റി ആണ്. പിന്നെ അഗൈൻ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, മ്യൂച്വലിസം, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ ഉറുമ്പുകളുടേതായിട്ടുള്ള കുറച്ച് സംഭവമുണ്ട്. ലൈക്ക് ലെറ്റ്സ് ചില ഉറുമ്പുകൾ ഫാമിംഗ് ചെയ്യും. ഫാമിംഗ് എന്ന് വെച്ചാൽ ലിറ്ററലി ഫംഗസ് ഫാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ബാക്കി ഇൻസെക്ട്സ് ആയിട്ട് റിലേഷൻ ഉള്ളവരുണ്ട്. സോ ഇൻ ഷോർട്ട് മൊത്തത്തിൽ ഇക്കോസിസ്റ്റത്തിൽ അത് നല്ലപോലെ ന്യൂട്രിയൻ റീസൈക്ലിങ്ങും ഒരു എന്താ പറയാ ഫുഡ് ചെയിനിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നവരാണ് ആൻഡ്സ് എന്ന് പറയുന്നത്. ഇത് അഗൈൻ നേരത്തെ പറഞ്ഞ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീഡ്സ്. സോ സീഡ്സ് ഉണ്ടെങ്കിൽ അത് ലെറ്റ്സ് നെസ്റ്റിൽ കൊണ്ടുപോകാൻ വിചാരിക്കും. നെസ്റ്റിൽ കൊണ്ടുകഴിഞ്ഞാൽ അത് അവിടെ ഇട്ട് വെക്കും. സ്റ്റോറേജ് എന്നുള്ള സംഭവം ഉണ്ട്. അത് സ്റ്റോർ ചെയ്യുമ്പോൾ ചില സമയത്ത് ഈ പറഞ്ഞ സീഡ്സ് ഒക്കെ പൊട്ടി മുളച്ച് അവിടെ തന്നെ പുതിയൊരു ചെടി വരും. സോ പിന്നെ അതുപോലെ ആൻഡ് നെസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ നെസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് തന്നെ അതിലൊരു എന്താ പറയാ ഇറ്റ് സെൽഫ് ഒരു ടോപ്പിക്കാണ്. അത്രയും കാര്യങ്ങളുണ്ട് നെസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ചേമ്പേഴ്സ് ഉണ്ടാകും. അതിന് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്, മോയ്സ്ചർ കൺട്രോൾഡ് ആണ്. So it's like a best place for a plant to germinate. Appo we saw a lot of forestation എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇനി ഉറുമ്പുകളെ നല്ലതായിട്ട് പറഞ്ഞു, കുറെ കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് മുന്നേ തൊട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര ശല്യമാണെന്നുള്ളത്. അപ്പൊ അതിനെ പറ്റി നമുക്ക് പറയാം. ഈ ഉറുമ്പുകൾ ശരിക്കും എപ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ആ ഒരു ലൈൻ വരയ്ക്കേണ്ടത്? കുറെ ഉറുമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇൻവേസീവ്സ്. നമുക്ക് മിക്ക സമയത്ത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഇൻവേസീവ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിൽ 3-4-5 സ്പീഷീസേ ഉള്ളൂ നമുക്ക് കേരളത്തിൽ എത്ര പ്രശ്നമായിട്ടുള്ളത്. അതിലൊന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള യെല്ലോ ക്രേസി ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഓടും. ക്രേസി അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ആൻഡ് അവർ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ കോളനീസ് ഫോം ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ഒരു കോളനി തന്നെ മൾട്ടിപ്പിൾ ക്വീൻസ് ലെവലിലൊക്കെ ആയിട്ട് ദി നമ്പേഴ്സ് ഇസ് ഹ്യൂമങ്കസ്. അത്രയും കുറെ നമ്പേഴ്സിൽ അത് മൾട്ടിപ്ലൈ ചെയ്യും. ഇവരുടെ ഒരു മെയിൻ പോയിന്റ് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവരുടെ ഒരു ഡൊമിനൻസ് ശരിക്കും. അപ്പോൾ അവിടെയുള്ള നേറ്റീവ് ആൻസ് എല്ലാം ഒടിച്ചു കളയും. അത് അവർ തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. സെയിം ഗോസ് ഫോർ ദി സോളനാപ്സിസ് ജെമിനേറ്റ എ ദി ഫയർ ആൻഡ്. ഇത് കടിക്കുന്ന ടൈപ്പ് ആണ്. അപ്പൊ എപ്പോഴും കടി കിട്ടിയിട്ടുണ്ടോ? ചെറിയ ഉറുമ്പ് കടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും മ്യൂട്ടായിരിക്കും. ഇത് കുറച്ച് ഓപ്പൺ ഏരിയ, പാടത്ത് അല്ലെങ്കിൽ മണ്ണ്, ഗ്രൗണ്ടിലാണ് ബേസിക്കലി. ഒരു ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. അപ്പോ പുറത്തു പോയിട്ട് എവിടെയെങ്കിലും കടി കിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരായിരിക്കും ഉണ്ടാവുക. ഇത് ശരിക്കും പറഞ്ഞാല് അഗൈൻ ആ ഒരു ഏരിയയിലുള്ള ഇൻസെക്ട്സ്, കുഞ്ഞി ആർത്രപ്പോഡ് തൊട്ട് എല്ലാത്തിനും അത് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഭയങ്കര കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ലൈക്ക് ഞാൻ സർവേക്ക് പോയ സ്ഥലങ്ങളെല്ലാം ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ എല്ലാവരും ഉണ്ട്. അറ്റ് സം പോയിന്റ് ചില ഏരിയയിൽ ഈ 2-3 സ്പീഷീസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്പീഷീസും ഇല്ല. അത്ര ലെവലിൽ പോയിട്ടുണ്ട്. സോ ശരിക്കും ഒരു അലാം ലെവലിൽ എത്തിക്കേണ്ട ടൈം ആയിരിക്കും ഓൾറെഡി. ബട്ട് ലോട്ട് ഓഫ് സ്റ്റഡീസ് ഹാസ് ടു ബി ഡൺ. പിന്നെ തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗോസ്റ്റ് ആൻഡ്. ഞാൻ പറഞ്ഞ പോലെ ഇത് കുഞ്ഞതാണ്, ബട്ട് അഗൈൻ നമ്പേഴ്സിലാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ വീട്ടിനകത്തൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഗ്രൂപ്പാണ്. സോ ഒരു വീടുകൾ കയറി അല്ലെങ്കിൽ എക്യുപ്മെന്റ് നമ്മൾ ഈ ചിലവര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലാപ്ടോപ്പിനകത്ത് ഉറുമ്പ് കയറിയിട്ടുണ്ടെന്നുണ്ട്. അപ്പോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ചെയ്യുന്നത് ഇവരൊക്കെ ആയിരിക്കും മിക്കവാറും. അതുപോലെ ചില ഉറുമ്പുകള് ട്രൈക്കോമെർമെക്സ് ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്.
ഇവിടെ നമുക്ക് വർഷാവർഷം കോടികളുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില സമയത്ത് ലെറ്റ്സ് ഞാനിപ്പോ ഒരു ലേസ് വാങ്ങിച്ചിട്ട് എടുത്തു വെച്ചു, നാളെ സമാധാനമായിട്ട് കഴിക്കാം. നാളെ വന്ന് നോക്കുമ്പോൾ എന്റെ ലേസ് പാക്കറ്റിനകത്ത് ഈ ഉറുമ്പിരിക്കുന്നു. സോ അത് സംഭവം പ്ലാസ്റ്റിക് പോലും പൊട്ടിച്ച് അതിനകത്ത് കയറി ഫുഡ് പൊട്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ അത്രയും ലെവലിൽ നമുക്ക് ഇൻവേസീവ്നെസ് കാണാറുണ്ട്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർനാഷണലി ട്രേഡ് അല്ലെങ്കിൽ പ്ലാൻസ്, പിന്നെ പാക്കേജിങ്, പിന്നെ ഷൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. സോ ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ ഡിഫറെന്റ്. ദാറ്റ്സ് അബൌട്ട് ദാറ്റ്. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണത്. ഇക്കോളജിക്കൽ ഇംബാലൻസ്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേറ്റീവായിട്ട് നമുക്ക് എസ്പെഷ്യലി വെസ്റ്റേൺ ഗാർഡ്സിൽ ഓൾമോസ്റ്റ് ഒരു 30% ചാൻസ് എൻഡമിക് ആണ്. ഇറ്റ്സ് ക്വൈറ്റ് എ സിഗ്നിഫിക്കന്റ് നമ്പർ, ഡെഫിനറ്റ്ലി ബിഗർ ദാൻ മാമൽസ് ആൻഡ് ബേർഡ്സ്. സോ അതിൽ കുറെ നമ്മൾ പഠിച്ചിട്ട് പോലും ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ്സ് കൺസേണിംഗ്. സോ നേറ്റീവ് ആൻഡ്സ് ആർ ബീങ് ഡിസപ്പിയർഡ് ഡ്യൂ ടു ദി ഇൻവേസീവ് ആൻഡ്സ്. നല്ല രീതിക്ക് കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് ചേഞ്ച് ഓൾസോ ചേഞ്ചസ്, കാരണം അവർക്കും കുറച്ച് പ്രിഫറൻസസ് ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ഈ ആൻഡ്സ് കയറുന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാർ കിട്ടാറില്ല. അപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വരും. അതേപോലെ തന്നെ ഫുഡ് ചെയിൻ ഓൾസോ മാറ്റേഴ്സ്. സോ ഇറ്റ് വിൽ അഫക്ട് എവറിഥിങ് ഫ്രം ദ ബോട്ടം ഇൻസെക്ട്സ് ടു ഹയർ ബേർഡ്സ് ടു ഈവൻ മാമൽസ് അറ്റ് സം പോയിന്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഇക്കോളജിക്കൽ ഇംബാലൻസ് ദാറ്റ് ദേ ബ്രിങ് ഇൻ. പിന്നെ ഇൻ ഷോർട്ട് അഗൈൻ നമ്മൾ ഉറുമ്പുകളുടെ ഇമ്പോർട്ടൻസ് എപ്പോഴും ചോദിക്കില്ല. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ ആൾക്കാരും ഏറ്റവും കൂടുതൽ നമ്പർ ആയതുകൊണ്ടും ഇവരുടെ ഇംപ്ലിക്കേഷൻസ് ഫുഡ് ചെയിൻ വിൽ ബി സീൻ അറ്റ് higher level, including birds, bigger reptiles, and bigger mammals. So now you know how important small ants are to be studied. So getting to the final part of the session, ഉറുമ്പുകളെ ഫോട്ടോ എടുക്കാന്നുള്ളത്. ഉറുമ്പുകളുടെ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ 3 ആംഗിൾ എപ്പോഴും എൻഷുർ ചെയ്യുക. സൈഡ് ആംഗിൾ എന്തായാലും വേണം. സൈഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ബീറ്റിയോൾ എന്നൊക്കെ പറയും. അതിന്റെ സൈഡിൽ ഒരു ചെറിയ ബൾബ് പോലത്തെ ഒരു കണക്ഷൻ ഉണ്ട്. നമ്മൾ ഈ അതിന്റെ വയർ അല്ലെങ്കിൽ ഗ്യാസ് ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്ന ചെറിയൊരു പൈപ്പ് പോലത്തെ അതിന് നമ്മൾ പീറ്റിയോൾ എന്ന് വിളിക്കും. അതൊരു മെയിൻ ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ ആണ്. സോ സൈഡ് ആംഗിൾ എപ്പോഴും വേണം. പിന്നെ ടോപ്പ് വ്യൂ, അത് എങ്ങനെ ഇരിക്കുന്നു മുകളിൽ നിന്ന് കാണാനായിട്ട്, അതും ലോട്ട് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് ആണ്. ആൻഡ് ഫേസ് ഷോട്ട് ഈസ് പോസിബിൾ. ഫേസ് ഷോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 70% സ്പീഷീസിനെ ജീനസ് ലെവലിലോ വരയ്ക്കെങ്കിലും നമുക്ക് ഈ സൈഡ് ആംഗിളും ടോപ്പ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബാക്കി ചിലതിന് സ്പീഷി ലെവൽ വരയ്ക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫേസിന്റെ ഒരു ഫോട്ടോയും കൂടെ നമുക്ക് വേണ്ടതാണ്. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ അഗൈൻ യു കൻ യൂസ് യുവർ ഫോൺ ആൻഡ് ക്യാമറ ടു ടേക്ക് ഫോട്ടോസ്. ക്യാമറയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ മാക്രോ ലെൻസ് നല്ലതാണ്. പിന്നെ ഓൾവേസ് യൂസ് മാനുവൽ മോഡ്. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളത്. സോ മാനുവൽ ഫോക്കസ് ഓട്ടോ ഫോക്കസിൽ കിട്ടത്തില്ല. പിന്നെ one way to go by is just like birds, you should understand how they behave, how they move, what are they going to do. ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ അതിനെ ഒരു 5 മിനിറ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അത് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ഫുഡ് സോഴ്സിന് അടുത്താണോ, അല്ലെങ്കിൽ അത് വാക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്. ചിലവർ നിന്ന് പോകും, ചിലർ ഫുൾ സ്പീഡിൽ ഓടും, ചിലവർക്ക് ഒരു പാത്രം ഉണ്ടാവില്ല. മരത്തിന് മുകളിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിന് മുകളിൽ മരത്തിന് കഷ്ണമാണെന്നുണ്ടെങ്കിൽ മരത്തിന്റെ കഷ്ണത്തിന്റെ മേളിൽ കൂടെ തന്നെ അത് പോകും. ഗ്രൗണ്ടിലേക്ക് റെയർലി ഇറ്റ് ഗോസ് അപ്പ്. ഇറ്റ്സ് ലൈക്ക് ഓൺ ഫീൽഡ് ഒബ്സർവേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ കിട്ടും. പിന്നെ ഫോണിലാണെന്നുണ്ടെങ്കിൽ മാക്രോ ലെൻസ് ഇൻഡസ്ട്രി നല്ലതായിരിക്കും. നോട്ട് ജസ്റ്റ് ഫോർ ദിസ്, മോസ്റ്റ് ഓഫ് ദി ഇൻസെക്ട്സ് വിൽ നീഡ് മാക്രോ ലെൻസ് ടു അപ്രീഷിയേറ്റ് ദി ബ്യൂട്ടി ആൻഡ് ടു ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ഇറ്റ്. സോ നല്ലൊരു മാക്രോ ലെൻസ് ഇൻഡസ്ട്രി. ആൻഡ് അത് എടുക്കുമ്പോഴും നമ്മൾ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണം. പിന്നെ അതും ഒരു സ്കില്ലാണ്. ഉറുമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആൾക്കാരാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഉറുമകളെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒരു കുറെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരും. യു ലേൺ ഹൗ ടു ബി പേഷ്യന്റ്, യു വിൽ ബി ഒബ്സർവന്റ്, യു വിൽ ബി അപ്രീഷിയേറ്റീവ് വാട്ട്സ് ഹാപ്പനിങ്. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആർക്ക് വരും. ആൻഡ് വൺ സജഷൻ ഐ വുഡ് ഗിവ് യു ടു ടേക്ക് ഫോട്ടോസ് ഫ്രം ക്യാമറസ്, ഓൾവേസ് ടേക്ക് ഇൻ എ ബേർസ്റ്റ് ഷോട്ട്. ബേർസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാമറയിൽ ഫീച്ചർ ഉണ്ട്, ഫോൺ ക്യാമറയിൽ. അതായത് നമ്മളിട്ട് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് 5 to 10 ഫോട്ടോസ് ഇൻ 1 സെക്കൻഡ്. അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ക്ലിക്കിൽ 5-10 ഫോട്ടോസ് ഒറ്റയടിക്കുക അത് എടുക്കും. അതാകുമ്പോൾ ഒരു ഉറുമ്പ് ഓടിക്കൊണ്ടിരിക്കുന്നു, ഓടുന്ന ഉറുമ്പിന്റെ ഫ്രണ്ടി വെച്ചിട്ട് 10 തവണ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ 10 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ
അറ്റ്ലീസ്റ്റ് 2 ഫോട്ടോ എങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇവിടുന്ന് ഇടയ്ക്ക് ഫ്രീ സൈറ്റിൽ ഫോട്ടോ കിട്ടും. സോ കുറേയൊക്കെ ഫോട്ടോസ് അങ്ങനെ എടുക്കാം. ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് ഇറ്റ് ഇൻ ഷോർട്ട്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് കവർഡ് എവറിത്തിങ്. പിന്നെ മാക്രോ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂസർ ഇസ് ദ ബെസ്റ്റ് വേ ടു ഗോ ബൈ. ആൻഡ് ലൈറ്റിംഗ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കുറെ സമയത്ത് ഉറുമ്പുകൾ ചെറുതായതുകൊണ്ട് അതിന് ലൈറ്റ് ഇല്ലെങ്കിൽ അത് കുറെ ഫീച്ചേഴ്സ് ഒക്കെ അതിനെ കാണാതെ ആവും. പിന്നെ ഉറുമ്പുകളിൽ since it's small, the features are also very small. And the features like the velocity, like the hairs on it, പിന്നെ ചെറിയ പോറുകളുണ്ട് ബോഡിയിൽ, അത് എവിടെ ഇങ്ങനെ, പിന്നെ ഷേപ്പുകൾ, ചെറിയ ഷേപ്പുകൾ, ടെക്സ്ചർ, ബോഡി ടെക്സ്ചർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗുഡ് ലൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് all about it in short. So yeah, thank you for listening. Any questions ഉണ്ടെങ്കിൽ please go. ഗുഡ് ഈവനിങ് സർ. ഞാൻ ഗായത്രി വയനാട്ടിൽ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഉറുമ്പുകൾക്ക് നമ്മളെ സാധാരണ പറയാ മധുരമുള്ള സാധനങ്ങളാണ് ഇഷ്ടം, ലൈക്ക് പഞ്ചസാര, വെള്ളം, അങ്ങനെ എന്ത് നമ്മൾ മധുരമുള്ള താഴെ വീണ് പോയാലും ഒക്കെ ആയിട്ട് ഉറുമ്പ് ധാരാളമായിട്ട് കഴിക്കും. ഉറുമ്പിന് എന്തുകൊണ്ടാണ് ഈ മധുരമുള്ളതിനോട് ഈ മധുരം എന്നുള്ള ആ ടേസ്റ്റിനോട് ആ ഒരു ഇഷ്ടം എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ? എന്തുകൊണ്ടാണ് ഉറുമ്പുകൾക്ക് മധുരം ഇഷ്ടം എന്നുള്ളത് അല്ലേ? സോ മധുരം എന്ന് പറയുന്നത് ശരിക്കും ഒരു നമുക്ക് പറയുകയാണെങ്കിൽ സയന്റിഫിക്കലി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സൂക്രോസ് എന്നൊക്കെ പറയും. ബേസിക്കലി ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻഡ് ഈ മധുരം എന്ന് പറയുന്നത് പെട്ടെന്ന് കൂടുതൽ എനർജി തരുന്ന, ഫാസ്റ്റ് ആയിട്ട് തരുന്ന ഫുഡ് സോഴ്സും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഫുഡ് തപ്പണേക്കാളും എളുപ്പം അവർക്ക് മധുര സാധനം പിടിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം അതാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് എനർജി കിട്ടുകയും ചെയ്യും. അവർക്ക് അതിൽ അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു എളുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അവർ കൂടുതൽ വരുന്നു അങ്ങോട്ടേക്ക്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. സവിത ടീച്ചർ കൈവൃത്തി പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അശ്വിൻ, ആ മെസ്സേജ് ഒന്ന് നോക്കാവോ? ഓക്കെ, ശരി. ഞാൻ ലേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു. പിന്നെ ഫാമിലി ആയിട്ട് തിരിച്ചിട്ടുണ്ടോ ഇതിനെ, അതോ? ഫോർമസിഡേ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് അണ്ടറിൽ നമുക്ക് പല പല ജീനസുകൾ. കേരളത്തിൽ മാത്രമായിട്ട് എത്ര വിഭാഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഓൾമോസ്റ്റ് 270+ സ്പീഷീസ് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടുതലുണ്ട് ഒബ്വിയസ്ലി, ഹൈലി അണ്ടർസ്റ്റഡി. ഓക്കെ, ഈ 270 എന്ന് പറയുന്നത് നാട്ടും പുറത്തുള്ളതും ഈ ഫോറസ്റ്റ് ഏരിയയിലുള്ളത് വെച്ച് നോക്കുമ്പോ അങ്ങനെ വരുമ്പോ എവിടെയാണ് കൂടുതലായിട്ട് കണ്ടേക്കുന്നത് എന്നുള്ളത്? അത് പറഞ്ഞപ്പോഴാണ്. സോ ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ഇൻട്രൊഡ്യൂസ്. സോ ഞാൻ എൻ്റെ ഒരു വൺ ഓഫ് ദ പ്രോജക്ട് ഐ ടുക്ക് ഓവർ വാസ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ഈ അർബൻ ഏരിയ, സെമി അർബൻ ഏരിയ, പിന്നെ ഫോറസ്റ്റ് ഏരിയയിൽ എങ്ങനെ ഡിഫറൻസ് വരുന്നുള്ളത്. ആൻഡ് ഫോർ സം റീസൺ ഐ വുഡ് സേ സെമി അർബൻ അല്ലെങ്കിൽ ഒരു അർബനൈസേഷൻ ആണെങ്കിലും നമുക്ക് ആൻസ് കാണുന്നുണ്ട്, സിഗ്നിഫിക്കന്റ് നമ്പർ ഉണ്ട്. അത് അതിൽ വരുന്ന സ്പെഷ്യലിസ്റ്റുകൾ വ്യത്യാസമാണ് മാത്രം. ലൈക് ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുകളും നമുക്ക് ഹ്യൂമൻസിന്റെ കൂടെ ഇവോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വന്നിട്ട് സ്പീഷീസ് സെപ്പറേറ്റ് ഉണ്ട്. ഇൻ ഷോർട്ട്, രണ്ട് സൈഡിലും ഉണ്ട് ഒരേപോലെ ഡിഫറൻസിയേഷൻ, ബട്ട് നോട്ട് ദ സെയിം പീപ്പിൾ. സർ, ഉറുമ്പുകൾ ഉറങ്ങാറില്ലാന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്, സത്യാണോ? എന്ത് തോന്നുന്നു? എന്തോ അല്ലേ കണ്ടിട്ടുണ്ടോ ഉറുമ്പനെ ഉറങ്ങുന്നതായിട്ട്? ഒരു ചോദ്യം ഇവിടെ, ഇത് എന്താ നമ്മളിത് അതല്ല, ഒരു സെക്കൻഡ്, ഞാൻ സോറി സാറേ ഒരു സെക്കൻഡ്, ഞാൻ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. സോ ഇൻ ഷോർട്ട് ആൻസർ ടു ദാറ്റ് ഇസ്, ഉറുമ്പുകള് ഉറങ്ങാറുണ്ട്. ഓക്കെ, ഇല്ലാന്നല്ല, ഉറങ്ങും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഉറക്കമല്ല അതിന്റെ. അത് ചെറിയ മിനിറ്റുകളുടെ ഉറക്കമായിരിക്കും അതുണ്ടാവുക. ഇപ്പൊ ഒരു ദിവസത്തില് പല പല കുഞ്ഞു 1 മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കൊച്ചു നാപ്പ് പോലെ എടുത്തു കഴിഞ്ഞാൽ ദിവസത്തിൽ അതിൽ മൊത്തം ആഡ് ഓൺ ചെയ്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അങ്ങനെ ഒരു കൗണ്ടിലേക്ക് വരും. സോ ഉറുമ്പുകൾ ഉറങ്ങാറുണ്ട്. ആൻഡ് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ചില ഉറുമ്പുകൾ എപ്പോഴും നിന്നുകൊണ്ട് നിൽക്കണ കാണാം. ആൻഡ് അതിന്റെ ഉറങ്ങുന്നത് ഒരു അതെങ്ങനെ ഉറങ്ങുന്നുണ്ട് നമ്മൾ എങ്ങനെ അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആന്റിനെ ഇങ്ങനെ താഴ്ത്തിക്ക് ഗ്രൂപ്പ് ചെയ്ത് നിൽക്കും. ലൈക് സെൻസ് ചെയ്യാത്ത പോലെ അതിങ്ങനെ ഒരു
ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ. അത് മിക്കവാറും അതങ്ങനെ തൂങ്ങിക്കൊണ്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ചെറിയ ചെറിയ നാപ്പുകൾ എടുത്തിട്ട് അത് ദിവസം പോകും. അപ്പൊ അറ്റ് എ ടൈം ആ ഒരു ഫുൾ കോളനിയിൽ എല്ലാവരും അല്ല, അറ്റ് എ ടൈം കോളനി എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ചില ആൾക്കാർ ഉറങ്ങുന്നുണ്ടാവും, ചില ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഫുൾ ടൈം ആക്റ്റീവ് ഇൻ ഷോർട്ട്. സോറി പറഞ്ഞോളൂ. സർ ഞാൻ അല്ല അശോക് അങ്ങോട്ട് വരാം. അശോക് സാറേ പറഞ്ഞോളൂ. അല്ല ഞാൻ എന്നാ ഒരു സെക്കൻഡ്. ഈ ഒബ്സർവേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ കളക്ട് ചെയ്യണോ അതോ ഫീൽഡിൽ തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? ടെക്നിക്കലി ഫീൽഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് മാക്രോ ലെൻസ് ഒക്കെ നല്ല ഫോട്ടോ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ബട്ട് അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്ത് കളക്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ കാര്യമായിട്ട് ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് 1-2 സ്പെസിമെൻ എടുത്ത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ മൗണ്ട് ചെയ്ത് മൈക്രോസ്കോപ്പ് കൂടെ നോക്കേണ്ടി വരും. അപ്പോഴേ ആ ഫീച്ചേഴ്സ് കാണാൻ പറ്റുള്ളൂ. യെസ്, അടുത്ത ആള് അശോക് ഘോഷ് പറഞ്ഞോളൂ. സർ എനിക്കുള്ള ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഈ ഉറുമ്പുകള് ശബ്ദം ഉണ്ടാക്കാറുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമുക്ക് കേൾക്കാൻ പറ്റാതെ അത്രയും ഫ്രീക്വൻസിയിൽ സൗണ്ട് ഉണ്ടാക്കാറുണ്ടോ? സോ ഉറുമ്പുകൾക്ക് ആക്ച്വലി യെസ്. കാരണം അവര് ചെവിയില്ല അവർക്ക് ഒബ്വിയസ്ലി, പക്ഷെ അവര് ഫ്രീക്വൻസി ഫീൽ ചെയ്യും. സോ നമുക്ക് കേൾക്കുന്ന പോലെ അല്ല, അവര് ആന്റിനെ വെച്ച ഒരു ടച്ചിങ് സ്വഭാവമൊക്കെ ഉണ്ട്. ഈ സൗണ്ടിന് വൈബ്രേഷൻസ് ഫീലിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ലെറ്റ്സ് ചെടി വിൻഡൊക്കെ ഉണ്ടെങ്കിൽ ലീവ്സ് റസൽ ചെയ്യും, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് ഫീൽ ചെയ്യാൻ പറ്റും. ചില ആൻസ് ആക്ച്വലി നമുക്ക് കേൾക്കുന്ന സൗണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സ്ട്രൈബുലേഷൻ എന്ന് പറയുന്ന സംഭവമാണ്, ടീച്ചറാണ്. അപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. വൈബ്രേഷൻസിലാണ് അവർ ഉദ്ദേശിക്കുന്നത് കൂടുതൽ. ഓക്കെ സർ, താങ്ക് യു. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് തേനീച്ചകളില് 2 റാണികൾ വന്നാല് അപ്പം മറ്റേ സർ അതായത് നമ്മളിപ്പോ തേനീച്ച കൂടുകളില് 2 റാണി ഉണ്ടെങ്കിൽ ഒരു റാണി എന്തായാലും കൂട് വിട്ട് പോകുമല്ലോ. അപ്പം അതേപോലെ ഉറുമ്പുകളില് കണ്ടിട്ടുണ്ടോ? ഉറുമ്പുകളില് നമുക്ക് അങ്ങനെ അല്ല. ഉറുമ്പുകളിൽ നമുക്ക് ആ കോളനി തന്നെ സ്പെഷ്യലൈസ് ചെയ്യും. അതായത് ചില സ്പീഷീസിൽ പറഞ്ഞ പോലെ ഒറ്റ ക്വീൻ ആയിരിക്കും, ചില സ്പീഷീസിൽ മൾട്ടിപ്പിൾ ക്വീൻസിന് ഒറ്റ നെസ്റ്റിനകത്ത് കാണും. അതേപോലെ ചിലതിനകത്ത് ക്വീൻസ് ഉണ്ടാവത്തില്ല, ചിലതിൽ എല്ലാവരും ക്വീൻസ് എന്നുള്ള രീതിക്ക് വരും. അതായത് സെപ്പറേറ്റ് ക്വീൻ എന്ന് പറയാനില്ല, എല്ലാവർക്കും റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടൈപ്പുള്ള ആൾക്കാരും ഉണ്ട്. അത് അങ്ങനെ തൊട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് പുതിയ ഒരാളായിട്ട് അങ്ങനെ വരവില്ല. ഒരാള് ഒരു ക്വീൻ ഡെഡായി പോവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആൾ പുതിയതായിട്ട് വരും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇവരെത്ര കാലം ജീവിക്കുന്നുണ്ട് ആയുസ്? ഓക്കെ, ഏജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫേഴ്സ് ഫ്രം ഏത് കാസ്റ്റ് എന്നൊക്കെ. ചില ക്വീൻസ് ഒക്കെ നമുക്ക് ഒരു 3 to 5 വർഷം വരെയൊക്കെ, 5-10 വർഷമൊക്കെ പോകും. അമേരിക്കൻ ഏതൊരു സ്പീഷീസിന് ഒരു 23 years വരെയൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്വീൻ. അത്രയും പോവാൻ പറ്റും അതിനൊക്കെ. പിന്നെ വർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ചില വീക്സ് തൊട്ടിട്ട് 3-4 മാസങ്ങൾ വരെയൊക്കെ ചെയ്യുന്നു. മേ ബി സം സ്പീഷീസ് 1 year വരെയൊക്കെ അങ്ങനെ. ഇവര് രാത്രിയില് ഇവർക്ക് കണ്ണ് കാണോ? ഫുൾ ടൈം ഇങ്ങനെ കുറച്ച് സമയം മാത്രം ഉറങ്ങുന്നുണ്ടെങ്കിൽ? ഐ മീൻ അത് അതിന്റെ എന്താ പറയാ, എവല്യൂഷൻ നമുക്ക് പറയാമല്ലോ. നമുക്ക് ലൈക്ക് ലെറ്റ്സ് സേ രാത്രി ആക്റ്റീവായിട്ടുള്ള ഉറുമ്പുകളുടെ കണ്ണുകള് ലോ ലൈറ്റ് അഡാപ്റ്റ് ആയിരിക്കും, ലിയാൻസിന് വലുതായിരിക്കും. അതുപോലെ ചില ഉറുമ്പുകൾ അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവർക്ക് ലൈറ്റിന് ആവശ്യമില്ല, അതുകൊണ്ട് അവര് കണ്ണെ എവല്യൂഷൻ വഴി പോയിരിക്കും. സോ അവർക്ക് കണ്ണില്ല. അപ്പൊ അങ്ങനെ ഇറ്റ്സ് ഓൾ അഡാപ്റ്റഡ് ഫോർ എവരിതിങ്. അശ്വിൻ, ഇൻഗോൾ മെസ്സേജസ് ഒന്ന് നോക്കാവോ? ഓക്കെ സർ. അതെ, അതിലൊരു ചോദ്യം, ഉറുമ്പുകള് ആഹരിക്കും നമ്മള് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ടോ എന്നല്ലേ? നമുക്ക് ചില കൾച്ചറിൽ നമ്മൾ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് ആസാം സൈഡിലേക്ക്, നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാല്, ഈവൻ ആഫ്രിക്കൻ സൈഡിലൊക്കെ ഈ പുളിയുറുമ്പിനെ ഒരു ചട്നി ആക്കുന്ന സംഭവമുണ്ട്, ഉറുമ്പ് ചട്നി. അതുപോലെ ടെർമൈറ്റുകളെ അതുപോലെ കൂട്ടിനാക്കാറുണ്ട്. പിന്നെ ഐ മീൻ കോമൺലി ഇവരാണ് യൂസ് ചെയ്യുന്നത്. ഐ മീൻ ഈ 2 സ്പീഷീസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അധികം അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല. ചെറിയ രീതിക്ക് ലോക്കലി ബാക്കി ഉറുമ്പുകളും കേട്ടിട്ടുണ്ട്. ബട്ട് ദേ ആർ ഓൾ മോസ്റ്റ്ലി ഹാർംലെസ് ഇൻ സം പോയിന്റ്.
സാർ പിന്നെ ഒരു ഡൗട്ട്, ഉറുമ്പുകൾ മൈഗ്രേറ്റ് ചെയ്യാറുണ്ടോ? മൈഗ്രേറ്റ് ഇല്ല, മോസ്റ്റ് ലൈക്ലി നോട്ട്. അവർ അവരുടേതായിട്ടുള്ള ഒരു ഏരിയ, അവർക്കൊരു നമ്മുടെ രാജ്യം പോലെ അവരുടെ ഒരു കിങ്ഡം ഉണ്ടാവും, ഒരു ബൗണ്ടറി ഒക്കെ ആയിട്ട്. അത് സ്പ്രെഡ് ചെയ്യാം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. അപ്പൊ തന്നെ അവർക്ക് ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പുറത്ത് തന്നെ വേറെ ഒരു കിങ്ഡം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഫൈറ്റേഴ്സ് ഒക്കെ ഇപ്പുറത്ത് ഫൈറ്റ് ചെയ്ത് തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഒരേ സ്പീഷീസിൽ തന്നെ രണ്ട് കൂട്ടറായിട്ട് ഫൈറ്റ്, ഇന്റർ സ്പീഷീസ് ഫൈറ്റ് ഒക്കെ. അശ്വിൻ, അതിലൊരു മെസ്സേജിൽ വന്നൊരു ക്വസ്റ്റ്യൻ, ഒരു റാണി ചത്തുപോയാൽ എങ്ങനെയാണ് അതിന്റെ പിന്നെ അടുത്തയാള് വരുന്നതെന്നാണ്, അടുത്ത റാണി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ്. ഓക്കെ, ഒരു റാണി ചത്തുപോയാൽ സോ അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിനകത്ത് ഈ ലാർവ ഡെവലപ്പ് ആയി വരുമ്പോൾ തന്നെ ഇതിന്റെ ഫീഡിങ് സ്ട്രക്ചറിനനുസരിച്ച് എന്താ പറയാ, ഈ ഡെവലപ്മെന്റ് സ്റ്റേജ് മാറും. സോ നോർമൽ വർക്കേഴ്സിന് ആ ഒരു റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല, പക്ഷെ ഈ ഉണ്ടാവുന്ന ആൻഡിന് ആ ഒരു ഫീച്ചർ വന്നിട്ട് അത് ക്ലീനായി മാറും. അതേ സമയത്ത് ചില സ്പീഷീസിൽ ചില പാർട്സ് ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത് ഈ മുട്ടയിടാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അത് ഇപ്പൊ ക്ലീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ബാക്കി വർക്കേഴ്സിന്റെ ആ ഒരു പാർട്ട് വെട്ടിക്കളയും. അതാകുമ്പോൾ അവർക്ക് ഒരിക്കലും മുട്ടയിടാൻ പറ്റത്തില്ല. അപ്പൊ ഈ ക്ലീൻ ഇല്ലാത്ത സമയത്ത് ബാക്കി ആ ക്ലീനിന്റെ ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ ഒരു കപ്പാസിറ്റി വെക്കും മുട്ടയിടാനായിട്ട്. അപ്പൊ അത് മുട്ടയിടാൻ തുടങ്ങും. അപ്പൊ അത് ഈ പറഞ്ഞ സംഭവം വീണ്ടും തുടങ്ങും. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഉണ്ട് വിത്ത് ഡിഫറെന്റ് സ്പീഷീസ് ചേഞ്ചസ്. സാറേ, ഞാൻ അശ്വഘോഷിന്റെ അനിയത്തിയാണ്. ഓക്കെ, പറയൂ. എനിക്ക് എന്താണ് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ, ഉറുമ്പുകൾ വിസർജിക്കാറുണ്ടോ? വിസർജിക്കാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുകൂടെ എക്സ്ക്രീഷൻ ആണ് ചോദിക്കുന്നത്. എക്സ്പ്രഷൻ ആണല്ലേ? ഓക്കെ. സോ ആക്ച്വലി ഉണ്ട്. ഓക്കെ, ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അവര് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡ്രോപ്പിംഗ്സ് പോലെയൊക്കെ അവർ ഇടാറുണ്ട്. അവർക്ക് എക്സ്ക്രീറ്ററി ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ട് ബാക്കി ഇൻസെക്ട്സ് പോലെ. ഇവര് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വേറൊരു ഇൻസെക്റ്റിനെ വളർത്താറില്ലേ? ഇവര് ഡിപ്പെൻഡഡ് ആയിട്ട് ജീവിക്കുന്ന വേറെ ജീവജാലങ്ങളില്ലേ? ഉണ്ട്. അതും അഗൈൻ അനദർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. സോ ചിലവര് ഫംഗസ് കൾട്ടിവേറ്റ് ചെയ്യും, ചിലവര് വേറെ ഇൻസെക്ടിനെ റിയർ ചെയ്യും, കൾട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ഏപ്പിഡ്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്, അവരെ റിയർ ചെയ്യും. അതുപോലെ തന്നെ അവര് എന്താ പറയാ, ബാക്കി ഇൻസെക്ട്സുമായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടാവും. പിന്നെ അവര് ഇന്റർ സ്പീഷീസ് ഡിപ്പെൻഡൻസും ഉണ്ട്. ലൈക്ക് ഇവര് വേറെ സ്പീഷീസിന്റെ നെസ്റ്റ് പോയി ട്രേഡ് ചെയ്ത് അവിടെ നിന്ന് ഫുഡ് എടുത്ത് കൊണ്ടുവരും. അതിന്റെ കൂട്ടത്തിൽ അവരുടെ കുറച്ച് ഉറുമ്പുകളെ അവർ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരും. ലൈക്ക് ലാർവനെ കിഡ്നാപ്പ് ചെയ്ത് ഈ ഇവരുടെ ഗ്രൂപ്പിലേക്ക് സ്ലേവ്സ് ആയിട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ഓൾ ഒരു ഹൈലി സോഷ്യൽ, നമ്മുടെ ഒരു ഹ്യൂമൻ കിങ്ഡം ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ നടക്കാറുണ്ട്. ഡിഫറെന്റ് സ്കീം. അശ്വിൻ, വേറൊരാളൊരു മെസ്സേജിൽ ചോദിച്ചത് ഒരു ഉറുമ്പ് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ്. ഒരു ദിവസക്കണക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ മീൻ ഇൻ ഷോർട്ട് അതിന് ആൻസർ പറയാൻ ഐ എം നോട്ട് ഷുവർ അതെങ്ങനെ പറയുന്നുള്ളത്. അത് അതിന്റെ പർപ്പസിനനുസരിച്ച് ഓരോ ദിവസം എത്ര ദൂരം പോകണം, അല്ലെങ്കിൽ അതിന്റെ ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആൾക്ക് വിടും. അങ്ങനെയൊക്കെ ഒരു ലേബർ എല്ലാം ഡിഫറെന്റ്, സെപ്പറേറ്റ് എല്ലാവർക്കും ഓരോ പണി കൊടുത്തേക്കുവാണല്ലോ. അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ലൈഫിൽ എത്ര സഞ്ചരിക്കും? അഗൈൻ ഡിപ്പെൻഡ്സ് വിത്ത് സ്പീഷീസ്. ആർമി ആൻസ് ഉണ്ട്, അത് സഞ്ചരിക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. ചെറിയ ഉറുമ്പുകള് നമുക്ക് എത്ര ഒരു ലൈക്ക് 500 മീറ്ററിന്റെ റേഡിയസിന് പുറത്ത് വിട്ട് പോകത്തില്ല. അങ്ങനെ അങ്ങനെ മാറും. കിലോമീറ്റേഴ്സ് തൊട്ടിട്ട് ചെറിയ 5-10 മീറ്റർ വരയ്ക്കൊക്കെ. പറയൂ. ഉറുമ്പുകളെ പറ്റി പഠിക്കുന്നതിന് എന്താ വിളിക്കുന്നത്? നമ്മൾ അതിനെ മിർമിക്കോളജി എന്ന് വിളിക്കും. ഓക്കെ, താങ്ക് യു. രേഷ്മ കൈവർത്തിട്ടുണ്ടല്ലോ. പറഞ്ഞോളൂ രേഷ്മ, പറഞ്ഞോളൂ. പോകുമ്പോ ചിലപ്പം പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും പരിപാലനമാണോ അത്? രേഷ്മയുടെ സംഭാഷണം മുറിഞ്ഞു പോകുന്നുണ്ട്, ക്ലിയർ അല്ലല്ലോ.
കേൾക്കാമോ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും സാർ. ആ കേൾക്കാൻ പറഞ്ഞോളൂ. ബീവർ ആൻസ് ഹലോ. അവരുടെ കൂട്ടത്തിലുള്ള ആൻസിനെ എടുത്തോണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അത് പരിക്കേറ്റാണോ? ഓക്കെ, എനിക്ക് മനസ്സിലായി എന്താ ചോദിക്കുന്നത്. സോ ഇവര് കൊണ്ടുപോകുന്നതിന്റെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും റിസർച്ച് പറയുന്നത് ഈ പറഞ്ഞ ഇഞ്ചോർഡ് ആയിട്ടുള്ള ആൻസിനെ അത് തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവര് അതിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചോർഡ് ആയിട്ടുള്ള ആൻസ് പോലും കുറെ കാലത്തിന് സർവൈവ് ചെയ്യും. അതങ്ങനെ പെട്ടെന്ന് ചത്തുപോത്തൊന്നുമില്ല. അതുപോലെ ഇവർ തന്നെ അവരുടേതായിട്ടുള്ള മെഡിക്കൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഇവര് വൂണ്ട് ക്ലീൻ ചെയ്ത് ചെയ്യുന്നത്, അതുപോലെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഉറുമ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുറത്ത് വിട്ടിട്ട് വരികയും ചെയ്യും. അങ്ങനെയും ഉണ്ട്. സോ രണ്ട് രീതിക്ക് പോകും. അവർക്ക് തോന്നുവാണ് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരും, അല്ലെങ്കിൽ അവിടെ വിടുന്ന ആൾക്കാരും ഉണ്ട്. ഹലോ, ഈ മഞ്ഞുറിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങള്, അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങള്, അതേപോലെ തന്നെ ഈ മരുഭൂമിയിലൊക്കെ ഉറുമ്പിനെ സാധാരണയായിട്ട് കാണോ? അതോ നമ്മളെ പോലത്തെ സാധാരണ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലാണ് ഉറുമ്പിനെ സാധാരണയായിട്ട് കാണുക? ഗുഡ് ക്വസ്റ്റ്യൻ. സോ ഉറുമ്പുകള് തണുപ്പുള്ളിടത്ത് കുറഞ്ഞ് വരും ഡൈവേഴ്സിറ്റി. നമ്മൾ ചൂടുള്ള ഏരിയയിൽ കൂടും. അതുകൊണ്ട് നമ്മുടെ ഏരിയയിലൊക്കെ നല്ല ഡൈവേഴ്സിറ്റി ഉണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ് ഭയങ്കര കുറവായിരിക്കും. അന്റാർട്ടിക്കയിൽ നമുക്ക് ശരിക്കും ഉറുമ്പുകളില്ല. ടെമ്പറേച്ചർ വെച്ചിട്ടാണ് പറയാം. ഉറുമ്പുകൾ പോളിനേറ്റ് ഇതാണ് ഏതൊക്കെ പ്ലാന്റ്സിലെ ഉറുമ്പുകൾ പോളിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വിർമക്കോഫിലിയ. നമുക്ക് അത് അഗൈൻ ക്വൈറ്റ് ലോട്ട് ഓഫ് പ്ലാന്റ്സ് ആക്ച്വലി. ചിലതില് ഉറുമ്പുകളെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവർ മാത്രമേ പൊളിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ കൊക്കോവ പ്ലാന്റ് ഇല്ലേ, അതിനകത്തൊക്കെ ഒരു മേജർ ആൾക്കാർ എന്ന് പറയുന്നത് ഉറുമ്പുകളാണ്. അതിന്റെ ഫ്ലവറിനകത്ത് കയറാൻ പറ്റുന്നത് അതിന്റെ ഷേപ്പ് തന്നെ അങ്ങനെയാണ്. സോ ലോട്ട് ഓഫ് പ്ലാന്റ്സ് ആക്ച്വലി quite common to be honest, and this is so common that plants ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഈ പ്ലാന്റ്സിനെ എക്സ്ട്രാ ഫ്ലോറൽ നെക്ടറേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഉറുമ്പുകൾ വന്നിട്ട് പൊളിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെ കോഎവല്യൂഷൻ നമുക്ക് കാണാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ വെച്ചത് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ കാസ്റ്റർ, യു കൻ സേ കാസ്റ്റർ പ്ലാന്റ് ഉണ്ട്. പിന്നെ തെച്ചി ഉണ്ടോ? തെച്ചിയിലും കാണാൻ തോന്നുന്നു. പോസിബിൾ. എനിക്ക് അത്ര ഉറപ്പില്ല, ചെക്ക് ചെയ്യേണ്ടി വരും. ബട്ട് കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഫംഗസ് അഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും റിപ്പോർട്ട്സ് ഉണ്ടോ നമ്മുടെ ഈ കോഡിസെപ്സ് ഒക്കെ പോലെ? ക്ലിയർ ആയില്ല. ഫംഗസ് ഇവരെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഈ കോഡിസെപ്സ് പോലെ ഈ കോളനി നശിപ്പിക്കാൻ. സോ ഉറുമ്പുകളെ പിടിക്കുന്ന ടൈപ്പ് ഫംഗസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് കോഡൈസെപ്സ്. അതൊരു സ്പെസിഫിക് ഗ്രൂപ്പ് ഫംഗസ് ആണ്. അത് ഉറുമ്പുകളെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉറുമ്പുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഈ ഉറുമ്പിനെ ചെടിയുടെ മേളിൽ കൊണ്ടുപോയി നല്ല പൊക്കത്തിൽ കൊണ്ടുപോയിട്ട് അതിന്റെ മൈൻഡ് ഇറ്റ്സ് ലൈക്ക് ന്യൂറൽ കൺട്രോൾ. അത് തലയിൽ കൂടെ ന്യൂറൽ കൺട്രോൾ എടുത്തിട്ട് മേളിൽ കൊണ്ടുപോയിട്ട് എല്ലാം കടുപ്പിക്കും. എന്നിട്ട് അതിനെ വെച്ചിട്ട് അതിന്റെ തലയിൽ കൂടെ അത് പൊട്ടി മുളച്ച് പുറത്തേക്ക് വരും. നമ്മുടെ കുറെ ഈ സീരീസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്പയർഡ് ആയിട്ട്. നമുക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ അതിന്റെ പേര് ഓർമ്മയില്ല. ഗെയിമും വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ. ഉറുമ്പുകൾ കഴിക്കാത്ത വിധം ഭക്ഷണങ്ങളുണ്ടോ? അവർക്ക് ടോക്സിക് ആയിട്ട് എടുത്തു പോവാത്തത്? ഓഫ് കോഴ്സ്. ബട്ട് അത് അഗൈൻ റെയർ ആണ്. കാരണം ഓരോരുത്തർ ഓരോ രീതിക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. സോ ടോക്സിക് ഫുഡ് ഉണ്ട്. പിന്നെ ഈ ആൻഹിൽസിന് നടക്കുന്ന കാര്യങ്ങള് ലൈക്ക് അവരെ പരിചരിക്കും, they have their own medicine techniques. ഇതൊക്കെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് ആൻഹിലിനെ ഡിസ്ട്രോയ്? സോ ഇത് ലബോറട്ടറിയിലായിരിക്കും നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരെ നമ്മൾ തന്നെ എന്താ പറയാ സൊസൈറ്റി തന്നെ അവര് ഉണ്ടാക്കിക്കും. ഒരു ടെറേറിയം പോലെയൊക്കെ തന്നെ നമ്മുടെ ആൻഡ് കീപ്പിംഗ് ഒക്കെ വിളിക്കുക തന്നെ. അതിൽ ഇവ തന്നെ ക്ലീൻ വെച്ചിട്ട് അവർ തന്നെ റിപ്രൊഡ്യൂസ്. സോ വിൽ ഹാവ് എൻ എൻറ്റയർ ആൻഹിൽ ഇൻ ദ ലാബ്. എന്നിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. കൈവർത്തികൾ ചോദ്യം ചോദിച്ചോളൂ. ഉമേഷ്. ഹായ് ഗുഡ് പ്രസന്റേഷൻ. സോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് സബ്ടെറേനിയൻ ആൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ നേരത്തെ, കണ്ണ് കാണാത്ത. അതിന്റെ സാമ്പിളിംഗ് മെത്തഡോളജി എന്താണ്? റാൻഡം സാമ്പിളിംഗ് ആണോ അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് മെത്തഡോളജി വല്ലതും ഉണ്ടോ? മെത്തഡോളജി ഉണ്ട്. ഞാനത് ചോദിക്കാൻ കാരണം
കാരണം എന്താന്ന് വെച്ചാല് മുമ്പ് എവിടെയോ നമ്മൾ ഈ മീറ്റ് ബറി ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കണ്ടിരുന്നു. അതാണോ അതെ അക്ഷയ അതെ മെത്തേഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാ? അത് ഒരു മെത്തേഡാണ്. സോ നമ്മൾ ശരിക്കും നമ്മള് പിറ്റ്ഫോൾ മെത്തേഡ് എന്നൊക്കെ പറയും. നമ്മൾ അതിന് ചെറിയൊരു ഹോളൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് നമ്മൾ ബെയ്റ്റ് ട്രാപ്പ് ഒക്കെ നമ്മൾ ഇറക്കി വെക്കും. അതാകുമ്പോൾ ഇത് സബ്ടെറേനിയൻ ആയതുകൊണ്ട് അത് അടിയിൽ കൂടെ പോകുന്ന ഉറുമ്പുകൾ സ്മെല്ലടിച്ചിട്ട് ആ ഒരു പിറ്റിലേക്ക് വരും. ട്രാപ്പ് ആക്കിയിട്ട് അത് ഫോളിൽ വരും. ദാറ്റ് ഇസ് വൺ വേ. പിന്നെ കുറച്ച് വേസ് ഒക്കെ ഉണ്ട്. നമ്മൾ മണ്ണിലേക്കെല്ലാം ഈ ഒരു സാമ്പിൾ ചെയ്യുന്ന ഒരു പൈപ്പ് പോലത്തെ നമ്മൾ ഇറക്കി അവിടുന്ന് ഒരു മണ്ണിന്റെ സെക്ഷൻ തന്നെ നമ്മൾ പുറത്തേക്ക് ചെക്ക് ചെയ്യും. അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. മൾട്ടിപ്പിൾ ടൈപ്സ്. ഓക്കെ, താങ്ക് യു. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ടാക്സോണമി ബേസ് ചെയ്യുന്നത് വർക്കേഴ്സിന് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാത്തിനെയാണോ? ഗുഡ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ശരിക്കും ഐഡിയലി നമ്മൾ രണ്ടും ചെയ്യും, വർക്കേഴ്സ് ആൻഡ് മേജർ. ചില സ്പീഷീസുകൾക്ക് നമുക്ക് മേജർ തന്നെ വേണം. നമ്മളിപ്പോ സ്പൈഡേഴ്സിലേക്ക് പറയുന്നത് മെയിലോ ഫീമെയിലോ പറയില്ല. അല്ലെങ്കിൽ മെയിൽ ഇല്ലാതെ നമുക്ക് സ്പീഷീസ് ചിലതിന് പറയാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് ചിലതിന്റെ മേജർ ഇല്ലാതെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. അത്ര ഡിഫിക്കൽട്ട് ആയിരിക്കും. സംടൈംസ് യു നീഡ് ബോത്ത്, ബട്ട് മേജർലി വർക്കേഴ്സ് വെച്ചിട്ട് നടക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു അശ്വിൻ. താങ്ക് യു. സർ, ഉറുമ്പുകൾക്ക് വിഷമുണ്ടോ? ഓക്കെ, വിഷം നമുക്ക് ഓക്കെ, അത് നമുക്ക് ഉറുമ്പുകളുടെ സൈഡിൽ നിന്ന് കുത്ത് കിട്ടാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ രീതിക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യില് ഇത് ആസിഡൊക്കെ ഉണ്ടാവും. അത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന കുറച്ച് കൂട്ടരുണ്ട്. ചിലവര് നമ്മൾ ഇൻജെക്ട് ചെയ്യും. കുത്തി തന്ന് നമുക്ക് ഇൻജെക്ട് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. സോ ഒരു ലെവൽ വரைക്കും നമുക്ക് പറയാം. നമ്മൾ അത്ര പ്രശ്നമാക്കേണ്ട ടൈപ്പും ഇല്ല. താങ്ക് യു. ചില ഉറുമ്പുകളെ കഴിക്കാറില്ലേ ഇങ്ങനെ ചില ഗോത്രവർഗക്കാരൊക്കെ ഒരു ചില അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉറുമ്പ് ചമ്മന്തിയോ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുളിയുറുമ്പിനെ ചമ്മന്തിയാക്കുന്നവരുണ്ട്. അത് നമ്മുടെ തമിഴ്നാട്ടിലും മറ്റേ ചില ബംഗാൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഉറുമ്പിൻ കൂട്ടില് പക്ഷികൾ മുട്ടയിടുന്നത് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? യെസ്, നമുക്ക് ക്രെമറ്റോഗാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഈ മരത്തിൽ കാണുന്ന ഒരു ഉറുമ്പാണ്. അപ്പൊ ആ ഉറുമ്പിന്റെ നെസ്റ്റിനകത്ത് റൂഫസ് വുഡ്പെക്കർ എന്നൊരു മുട്ട അത് ഉള്ളതാണ്. അശ്വിനൊരു ചോദ്യം വന്നിരിക്കുന്നത് ഉറുമ്പുകളുടെ കോളനിയെ എക്കോളജിക്കൽ ഡിസ്റ്റർബൻസിന്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് ആക്ച്വലി പറയാം. യെസ്, അതൊരു സ്ട്രോങ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. കാരണം ഈ ആൻഡ്സ് ശരിക്കും ഹാബിറ്റാറ്റ് ക്വാളിറ്റി, ക്ലൈമറ്റ്, റിസോഴ്സ് അവൈലബിലിറ്റിയുടെ ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് പോലെയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഫോറസ്റ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് ആൻഡ്സുമായിട്ട് ജനറലിസ്റ്റ് സ്പീഷീസ് വന്ന് കയറും. അർബനൈസേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹീറ്റ് ടോളറന്റ് ആയിട്ടുള്ള ടൈപ്പ് സ്പീഷീസ് ഒന്ന് കയറിപ്പിടിക്കും. പെസ്റ്റിസൈഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സോയിൽ ടൈപ്പുള്ള ആൻഡ്സ് ഒന്ന് കയറും. അത് ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഈ ഇൻവെസീവ് ആയിട്ടുള്ള ഫയർ ആൻഡ് ആണ് എന്റെ എക്സാമ്പിൾ. Any other questions? ഇൻകോൾ മെസ്സേജിൽ വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അശ്വിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാം. പിന്നെ ഗ്രൂപ്പിലുണ്ടാവും. സോ താങ്ക് യു ഫോർ ലിസണിങ്. പിന്നെ നമുക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ വളരെ മനോഹരമായ ഒരു അവതരണമായിരുന്നു. കാരണം ഉറുമ്പുകളെ പറ്റി നമുക്ക് പൊതുവെ സാധാരണക്കാർക്ക് വളരെയധികം കഥയിൽ വായിച്ചതും അല്ലെങ്കിൽ മറ്റു രീതിയിൽ കേട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയ ഒരാളിൽ നിന്നും ഈ ഒരു പ്രസന്റേഷൻ ലഭിച്ചത് നമുക്ക് നല്ലതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളും കൂടുതൽ അവതരിപ്പിച്ച അശ്വിന് കുറച്ചും കൂടി പ്രചോദനം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ സന്തോഷമുണ്ട്. കാരണം നമ്മള് നാട്ടിൻപുറത്ത് തന്നെ പലതരം ഉള്ള
നിരീക്ഷണങ്ങൾ ചില കുട്ടികൾ നടത്താറുണ്ടെങ്കിലും അതിന് കൂടുതൽ പഠിക്കാനുള്ള നമ്മുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ അടുത്ത കാലത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടാണ് മലയാളികളായ ഒരുപാട് ആളുകൾ ഉറുമ്പുകളെ പറ്റി പഠിച്ചു തുടങ്ങിയതും പുതിയ ഒരുപാട് സ്പീഷീസ് നമുക്ക് കേരളത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയതും. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 290ഓളം ഇല്ല 280+ ഉണ്ട്. ഇത് ഉറുമ്പുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത് ഈ വെബിനാർ കേട്ട ആളുകൾക്കുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയാൻ ഞാൻ വിചാരിക്കുന്നത്, ഉറുമ്പുകളെ പറ്റി ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിച്ച ലോകത്തിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എന്നറിയപ്പെട്ട ഇയോ വിൽസൺ ആണ്. അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ഒരു നോവൽ എന്നുള്ള നിലയിൽ ആൻഹിൽ എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ട്. അതുപോലെ തന്നെ ടെയിൽസ് ഫ്രം ദി ആൻഡ് വേൾഡ് എന്ന് പറയുന്ന ഉറുമ്പുകളുടെ ലോകത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ചില പഠനങ്ങളും ഒക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ അത് നമുക്ക് ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തമായി വാങ്ങി വായിക്കുന്നത് കൂടി നല്ലതായിരിക്കും. ഇയോ വിൽസൺ തന്നെയാണ് നേരത്തെ അശ്വിൻ പറഞ്ഞ ഒരു കാര്യം. അത് നമ്മുടെ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകളെ മുഴുവൻ മറ്റൊരു തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകളെ വെച്ച തട്ടായിരിക്കും താഴ്ന്നു കിടക്കുക എന്ന്. അത് അത്രയത്രം പോപ്പുലേഷനും ഡൈവേഴ്സിറ്റിയും ഉറുമ്പുകളിൽ ഉണ്ട് എന്നുള്ളതിന്. അപ്പൊ ഏതായാലും വളരെ മനോഹരമായ നമുക്ക് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഉറുമ്പുകളുടെ മെയ്റ്റിങ്ങിനെ കുറിച്ച് അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല അല്ലെ? നമ്മളെ എങ്ങനെയാണ് ഉറുമ്പുകളുടെ മെയ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ വരാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ അധികം പരാമർശിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഇനി ഈ പങ്കെടുത്ത ആളുകൾ കുറച്ചുകൂടി കൂടുതൽ, പ്രത്യേകിച്ച് നമ്മളെ ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്, കുട്ടികൾക്ക് കൂടി ഈ നിരീക്ഷണ പഠനങ്ങൾ നടത്താൻ പറ്റിയ ഒരു ജീവിയാണ് ഈ ഉറുമ്പ് എന്ന് പറയുന്നത്. നമ്മൾ പഴയ കാലത്ത് തന്നെ ഉറുമ്പുകൾ വരിയായി പോകുന്നതൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ ലോകത്തിലെ പല സാഹിത്യങ്ങളിലൊക്കെ ഇപ്പം അരുന്ധതി റോയിയുടെ പുസ്തകങ്ങളിലൊക്കെ ഉറുമ്പുകളുടെ ഘോഷയാത്രയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാഹിത്യവുമായും കവിതയുമായും നേരത്തെ പറഞ്ഞ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്നുള്ള ഒരു സിനിമയുടെ പേര് കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ പല ചിത്രകാരന്മാരും ഉറുമ്പുകളെ കുറിച്ച് നന്നായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പെയിന്റിങ്സ് സ്കെച്ചുകളൊക്കെ ഉറുമ്പുകളെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചിത്രകാരന്മാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ നമ്മുടെ മനുഷ്യനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് അടുത്തറിയാവുന്ന അതോടൊപ്പം തന്നെ നമുക്ക് അത്യന്താപേക്ഷിതമായ നമ്മുടെ നിലനിൽപ്പിന് കൂടി സഹായിക്കുന്ന രീതിയിലുള്ള മറ്റ് ചെറിയ ജീവികളിൽ നമ്മൾ ഉറുമ്പുകളെ പറ്റി പറയുന്നത് നിസ്സാര ജീവിയാണെന്നാണ് നമ്മൾ സാധാരണ വിചാരിക്കാറ് ആള്. ആനകളുടെയും ആനയുടെയും ഉറുമ്പിന്റെയും പഴയ കഥകളൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കറിയാം പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ ജീവലോകത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിവർഗം എന്ന നിലയിൽ ഉറുമ്പുകൾക്ക് ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ കുലത്തെ നിലനിർത്തുന്നതിലും ഉറുമ്പുകൾ വലിയൊരു പങ്കുവഹിക്കുന്നുവെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഏതായാലും എല്ലാവർക്കും ഈ വെബിനാറിൽ കേട്ട എല്ലാ ആളുകൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അശ്വിനും ഈ പ്രസന്റേഷൻ അവതരിപ്പിച്ചതിന് വളരെ ഹൃദയംഗത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.